അപ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട് ഷെഫ് പിള്ളയുടെ ഒപ്പം ഇരിക്കാൻ. കാരണം അന്ന് സെഷൻ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു കൊച്ചിക്കാരുടെ ഭക്ഷണമായിരുന്നു. കൊച്ചിക്കാരുടെ മനസ്സ് പുട്ടുപോലെയാണ്, എന്തിൻ്റെ കൂടെയും ചേരും. ഹലുവ കൂട്ടിയും പുട്ട് കഴിക്കാം. എന്നെപ്പോലെ തന്നെ പുട്ടിഷ്ടമുള്ള ഒരാളാണ് ഇരിക്കുന്ന ഷെഫ് പിള്ള. അപ്പോൾ രണ്ട് പുട്ടിഷ്ടക്കാർ തമ്മിലുള്ള പുട്ടടിയായിട്ട് ഇത് മാറണം എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് പക്ഷേ വ്ളോഗിംഗ് ആണ്. ഞാൻ ഒരു പകരക്കാരനായിട്ട് വന്നതാണ്. നട്ടുച്ച നേരത്ത് ഒരു ലോഡ് അതിഥികൾ വീട്ടിലേക്ക് കയറി വന്നാൽ എന്താ അവസ്ഥ, അത് തന്നെയാണ് എൻ്റെ അവസ്ഥ. കാരണം നട്ടുച്ചയ്ക്ക് ഒരു ലോഡ് വിചാരങ്ങളുമായി, ഭക്ഷണ വിചാരങ്ങളുമായി പകരക്കാരനായിട്ട് എനിക്ക് പകരം ഇവിടെ വരേണ്ടിയിരുന്നൊരു വ്ളോഗറാണ്. ഞാൻ വ്ളോഗറല്ല. ചില ഫുഡ് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ ബേസിക്കലി ഒരു എഴുത്തുകാരനാണ്, പത്രപ്രവർത്തകനാണ്. മാധ്യമപ്രവർത്തകനല്ല, പത്രപ്രവർത്തകനാണ്. എഴുത്താണ് നമ്മുടെ ഇത്. അപ്പോൾ ഞാൻ ഫുഡിനെ കുറിച്ച് എഴുതാറുണ്ടായിരുന്നു, പ്രത്യേകിച്ച് കൊച്ചിയിലായിരുന്നു, മലപ്പുറത്തേക്ക് പോകുന്നതിന് മുമ്പ്. അതുകൊണ്ട് ഒരു എഴുത്തുകാരൻ വ്ളോഗിങ്ങിനെ കുറിച്ച് ഒരുപാട് സംസാരിക്കുന്നതിനേക്കാൾ നല്ലത് പാചകം ചെയ്യുന്ന വ്ളോഗറും കൂടിയായിട്ടുള്ള ഷെഫ് പിള്ള സംസാരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഷെഫിലേക്ക് തുടങ്ങുകയാണ്. ഷെഫ് ഒരേ സമയം പല അടുപ്പുകളിൽ പാചകം ചെയ്യുന്നുണ്ടാവും. ഇന്ന് പക്ഷെ നമുക്ക് സമയവും കുറവാണ്. ഒരടുപ്പിൽ ആദ്യം തുടങ്ങിയിട്ട് നമുക്ക് അടുത്തടുത്ത അടുപ്പുകളിലേക്ക് ഞാൻ ഷെഫിനെ കൊണ്ടുപോകാം. അപ്പോൾ ഷെഫ് ഓരോന്നോരോന്നായിട്ട് മാറി മാറി അങ്ങ് പാചകം ചെയ്താൽ മതി. ഒന്നാമത്തെ എൻ്റെ ഒരു ചോദ്യം എന്ന് വെച്ചാൽ, എനിക്ക് ആദ്യം ഷെഫിൻ്റെ മുമ്പിൽ വെക്കുന്ന ആദ്യത്തെ അടുപ്പ് എന്ന് പറഞ്ഞാൽ വ്ളോഗിങ് സംബന്ധിച്ചുള്ളൊരു കാര്യം. ഞാൻ ഒത്തിരി വ്ളോഗുകൾ കണ്ടിട്ടുണ്ട്, ഷെഫിൻ്റെയും കണ്ടിട്ടുണ്ട്. ഷെഫ് പിള്ള വളരെ ജെൻറ്റിലാണ്. നമ്മൾ ഈ ഫുഡ് വ്ളോഗ് കാണുമ്പോൾ ഞാൻ ആലോചിച്ചിട്ടുണ്ട്, മലയാളത്തിൽ നിന്നൊരു വാക്ക് എടുത്ത് കളഞ്ഞാലെന്ന്. അതായത് ഒരു രക്ഷയുമില്ല. ചില സാധനങ്ങൾ വെച്ചിട്ട് പറയും ഒരു രക്ഷയില്ല എന്ന് പറയും. പിന്നെ ചില ആൾക്കാർ പറഞ്ഞാൽ പൊളി സാധനം, ആടിപൊളി. കുറച്ച് വാക്കുകൾ കൊണ്ടാണ് ഈ ഫുഡ് വ്ളോഗർമാർ, ഇവിടെ ആരെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ ക്ഷമിക്കുക, അത് അങ്ങനെ തന്നെ ആണെന്ന് തന്നെ ഞാൻ വാദിക്കും. പക്ഷേ ഷെഫ് വളരെ ജെൻറ്റിലാണ്, വളരെ നൈസാണ്. മാത്രമല്ല കുറ്റം കണ്ടുപിടിക്കൽ വ്ളോഗിങ്ങിലൂടെ ഷെഫ് പിള്ള ചെയ്തിട്ടില്ല. എങ്ങനെയാണ് ഈ ഒരു ആറ്റിറ്റ്യൂഡ് വളർത്തിയെടുത്തത്, അല്ലെങ്കിൽ എങ്ങനെ വളർന്നു വന്നു? പാചകം ചെയ്യുന്ന ആളായതുകൊണ്ട് തന്നെയാണ് അല്ലേ? തീർച്ചയായിട്ടും. നമ്മൾ ഈ ഭക്ഷണം, നമസ്കാരം, ഭക്ഷണം ഉണ്ടാക്കി തുടങ്ങിയ ഒരു കരിയറിലൂടെ വരുമ്പം ആഹാരം ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്ന ഒരാളെ സന്തോഷിപ്പിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ്. അപ്പോൾ അതിനകത്ത് കുറ്റം കണ്ടുപിടിക്കുക എന്ന് പറയുന്നത്, നമ്മൾ കുറേ നാൾ ഈ ഒരു മേഖലയിൽ ജോലി ചെയ്യുമ്പം ഒരു നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് സന്തോഷിപ്പിക്കുക എന്ന് പറയുന്നത് ഏറ്റവും പ്രയാസമേറിയ ഒരു കാര്യമാണ്. ഇപ്പം നമ്മുടെയൊക്കെ വീടുകളിലൊക്കെ 365 ദിവസം അമ്മമാർ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യമാരൊക്കെ ഉണ്ടാക്കുന്ന ഭക്ഷണം ഏതെങ്കിലും ഒരു ദിവസമൊക്കെ ഭക്ഷണം മോശമായവൾ കുറ്റം പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതൊരിക്കലും ആരും അറിഞ്ഞുകൊണ്ടൊരിക്കലും ഭക്ഷണം മോശമായിട്ട് ഉണ്ടാക്കില്ല. അപ്പോൾ തീർച്ചയായിട്ടും നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക, അല്ലെങ്കിൽ ആളുകൾക്ക് ഇതിൻ്റെ ഇത്രയും ബുദ്ധിമുട്ടുള്ള ഒരു രുചിയില്ലാത്ത പല ഇൻഗ്രീഡിയൻസ് അല്ലെങ്കിൽ പല സാധനങ്ങൾ ഒരുമിച്ച് കുക്ക് ചെയ്തിട്ട് ഒരു ഫൈനൽ പ്രൊഡക്റ്റായിട്ട് നല്ലൊരു മീൻകറിയായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തുമ്പം ചിലപ്പോൾ ഉപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകളൊക്കെ പറ്റാം, ഒരു ഹ്യൂമൻ എറർ എന്ന നിലയിൽ. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഭക്ഷണത്തിനെ കഴിച്ച്, അപ്പോൾ കുറേ നാളൊക്കെ ഇംഗ്ലണ്ടിലൊക്കെ ജോലി ചെയ്തൊക്കെ ഒരു സമയത്ത് ആളുകളൊക്കെ അവിടെയൊക്കെയുള്ള ഷെഫുമാർ ഇപ്പോൾ ഒരു കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ പോലും അവർ വന്ന് കുറ്റം പറയില്ല, അവർ വന്ന് അപ്രിഷ്യേറ്റ് ചെയ്യുക. അതിൻ്റെ ഒരു ഫുഡ് ഉണ്ടാക്കിയതാണ്. ഒരു കുറ്റം പറയുക, ഭക്ഷണം ഉണ്ടാക്കുന്നവരെ കുറ്റം പറയുന്നത് വലിയൊരു പാതകമായിട്ടാണ് അവിടെയൊക്കെ കാണുക. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളൊരിക്കലും ഇപ്പോൾ ഈ അടുത്ത സമയത്താണ് ഞാൻ റെസ്റ്റോറൻ്റൊക്കെ ഒരു കച്ചവടം എന്ന നിലയിൽ തുടങ്ങി. അതിന് മുമ്പ് ഷെഫായിട്ട് നിൽക്കുകയും പലയിടത്തും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയും പലയിടത്തും പോവുകയും ചെയ്യെങ്കിലും ആഹാരത്തിൽ കുറ്റം പറയാൻ പാടില്ല എന്നുള്ളൊരു ആ ഒരു പോളിസിയിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പലപ്പോഴും നമ്മുടെ പല യൂട്യൂബിൽ പല ആളുകളും ഈ ഫുഡ് വിലയിരുത്തുന്നതും ഒക്കെ കാണുമ്പോൾ എനിക്ക് തോന്നിയ കാര്യമുണ്ട്. അത് ഞാൻ പറഞ്ഞല്ലോ, എഴുത്താണ് എൻ്റെ രീതി. അപ്പോൾ അതുകൊണ്ട് ഇന്തോനേഷ്യയിൽ നിന്ന് ഒരു ഷെഫ് വന്നു കൊച്ചിയിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്. അപ്പം അവിടെ നിന്നുള്ള ഇന്തോനേഷ്യയിലെ ഒരു പ്രത്യേകതരം ഇഞ്ചി അദ്ദേഹം കൊണ്ടുവന്ന് പാചകത്തിൽ വിഭവത്തിലിട്ടു. അപ്പോൾ കടിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായത് ഇഞ്ചിയാണ്. പക്ഷേ നമ്മുടെ ഇഞ്ചിയിൽ നിന്ന് ഒരുപാട് ടെക്സ്ചറിൽ വ്യത്യാസമുണ്ട്, അരോമ എല്ലാം വ്യത്യാസമുണ്ട്. ഗലങ്കലാണോ? അപ്പം നമ്മുടെ എഴുതുമ്പോൾ ഇതെല്ലാം സാധിക്കും. പക്ഷേ ബ്ലോഗർമാർക്ക് ഈ ടേസ്റ്റിൻ്റെ അതിൻ്റെ ഒരു മൈന്യൂട്ടായിട്ടുള്ള ചില തലങ്ങളിലേക്ക് പോകാനും അന്വേഷിക്കാനും അത് പഠിക്കാനും ബാധ്യതയില്ലേ? അതിനെന്താണ് ഷെഫിൻ്റെ ഒരു? തീർച്ചയായിട്ടും. നമ്മളിപ്പോൾ ഈ ഒരു ഫുഡ് ക്രിട്ടിക് എന്ന് പറഞ്ഞൊരു ഒരു വലിയൊരു മേഖല തന്നെ ലോകത്തുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ ഇവിടെ പലരും വന്ന് ഫുഡിൻ്റെ ഒരു രുചി പറയുന്നത് കൃത്യമായിട്ട് ഈ പറഞ്ഞ ഒരു ക്വാളിറ്റിയുള്ള ഫുഡീസ് അല്ലെങ്കിൽ നല്ലൊരു ഫുഡ് ക്രിട്ടിക് എന്താണ്, അതിൻ്റെ ഒരു ഫുഡിൻ്റെ ടേസ്റ്റിൻ്റെ ബേസ് എന്താണ്, ഒരു എരിവിൻ്റെ അളവ് എങ്ങനെയാണ്, അല്ലെങ്കിൽ പുളി ഇത്തിരി കൂടിയാൽ എങ്ങനെ തിരിച്ചറിയും, ഇതൊന്നും അറിയാണ്ട് പല ആൾക്കാരും വന്ന് കുറ്റം പറയുന്നുണ്ട്. ശരിക്കും ഞാനൊക്കെ വളരെ ഇപ്പോൾ കേരളത്തിൽ തന്നെ നല്ല നല്ല
ഫുഡ് ക്രിട്ടിക്കായിട്ടുള്ള ആൾക്കാരെ എനിക്ക് പേഴ്സണലായിട്ട് അറിയാം. ഇപ്പം നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഒരു മുളക് കറി അല്ലെങ്കിൽ ഒരു മീൻ കറിക്ക് ഒരു ഇത്തിരി പുളി കൂടിയാലും നിങ്ങളൊക്കെ കഴിക്കും. അതിൻ്റെ കൃത്യം വ്യത്യാസമൊന്നും മനസ്സിലാവില്ല. നേരെ മറിച്ച് അത് ഒരു സ്കെയിലിൽ 7 അതിൻ്റെ കൃത്യമുള്ളതെങ്കിൽ ആ 7 ആയിരിക്കണം. 7.1 ആണെങ്കിൽ തിരിച്ചറിയുന്ന ആൾക്കാരുണ്ട്. ഒരല്പം പുളി കൂടി അല്ലെങ്കിൽ ഒരു രസം ഉണ്ടാക്കിയാൽ അത് തിളച്ച് അല്ലെങ്കിൽ കുറേ തിളച്ചതിനാണെന്നുള്ള തിരിച്ചറിയാൻ പറ്റുകയും, അല്ലെ ഉപ്പ് ഒരുമാതിരിപ്പെട്ട ഉപ്പിൻ്റെ മാത്രമാണ് 90% ആൾക്കാർക്കും അറിയാം. ഒരു ബോർഡറിലെത്തി അയ്യോ ഉപ്പ് കൂടിപ്പോയി. അല്ലെങ്കിൽ മീൻ മുളകിട്ട കറിയുടെ എരിവ് എങ്ങനെയാണ് ഇത്തിരി കൂടിയാൽ ഒരു കിലോ മീൻ അല്ലെങ്കിൽ 1 കിലോ മീൻ വാങ്ങി കറി വെച്ച് അതൊരു 3 ലിറ്റർ സോസായിട്ടുള്ളൊരു കറിക്ക് ഇത്രയാണ് എരിവെന്നുള്ളൊരു കണക്കുണ്ട്. അത് വേണമെങ്കിൽ ഒരു 5% കൂടിയാലും നമ്മളൊക്കെ കഴിച്ചു പോകും. പക്ഷേ നല്ലൊരു ഫുഡ് ക്രിട്ടിക്ക് കൃത്യമായിട്ട് ഇത് എരിവ് ഇത് കൂടുതലാണ് എന്ന് പറയുന്ന ഒരു കഴിവ്, അതല്ലെങ്കിൽ ഒരു മീൻ കഴിക്കുമ്പോൾ അത് ഫ്രഷ്നെസ് എങ്ങനെയാണ്, അല്ലെങ്കിൽ അത് ഫ്രോസൺ ആയിരുന്നു അല്ലെങ്കിൽ ഒരു ചിൽഡാണ്, ഇത് മീറ്റിൻ്റെ ക്വാളിറ്റി, ഇതൊക്കെ അറിയുന്ന രീതിയിൽ നല്ലൊരു സിനിമ ക്രിട്ടിക്സിനെ പോലെ തന്നെ നല്ല ഫുഡ് ക്രിട്ടിക്സ് ഉണ്ട്. അപ്പോൾ അതിന് കുറേ ഡെഡിക്കേഷൻ ഉണ്ട്. ഫുഡ് എങ്ങനെയാണ് അതിൻ്റെ ഒരു മെത്തേഡ് എന്നുള്ള രീതിയിൽ, അത് എങ്ങനെയാണ് അതിൻ്റെ കുക്കിംഗ് അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഇൻഗ്രീഡിയൻസ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നൊക്കെ മനസ്സിലാക്കുന്ന ഫുഡ് ക്രിട്ടിക്സ് ആണ് ശരിക്കുള്ളത്. അല്ലാതെ ഒരു ബ്ലോഗിങ്ങിൽ വന്ന് ഈ പറഞ്ഞ പോലെ നല്ലൊരു വീഡിയോ ചെയ്ത് അതിൻ്റെ ഒരു മെയിനായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു പോകുന്നതല്ല ശരിക്കും ഫുഡ് ക്രിട്ടിക്. ഇപ്പം ചില ആൾക്കാരൊക്കെ, എനിക്ക് പേര് പറയാൻ പറ്റാത്ത ചില ആൾക്കാർക്കൊക്കെ ഫുഡ് കൊടുക്കാൻ പേടിയുള്ള മനുഷ്യരുണ്ട്. അവരൊക്കെ കൃത്യം ഒരു ഈ പറഞ്ഞ പോലെ പുളിയുടെ, അതാണ് ഏറ്റവും നല്ല. ഇപ്പം മലയാളികളുടെ ഭക്ഷണമായിട്ടാണ് ഈ പുളി ഞാൻ എടുത്തെടുത്ത് പറയുക. നമുക്കൊരിക്കലും നിങ്ങൾക്കൊരു പുളി ഉള്ള കൃത്യത അളക്കാൻ പറ്റുന്നവരാണ് നല്ലൊരു ഫുഡ് ക്രിട്ടിക്ക്. അപ്പം മിക്ക ആൾക്കാരും മീൻ മുളകിട്ട കറിയോ അല്ലെങ്കിൽ നമ്മുടെ ഡെയിലി ഉള്ള മത്സ്യം അല്ലെങ്കിൽ സാമ്പാറിനകത്തായാലും പുളിയൊക്കെ മാറിയാലും ആരും കുറ്റം പറയില്ല. കൃത്യം ഇതിനൊരു പുള്ളിയുടെ ഒരു ബാലൻസിങ് ആണ്. അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൻ്റെ ഭക്ഷണത്തിൻ്റെ രുചി എന്ന് പറയുന്നത് ഉപ്പ്, പുളി, എരിവ്, മധുരം, കയ്പ്പ്, ചവർപ്പ് എന്ന് പറഞ്ഞ ഈ 6 രുചിഭേദങ്ങളും കൃത്യമായിട്ട് തിരിച്ചറിയാൻ പറ്റണം. ഇങ്ങനെയാണ് അതിൻ്റെ ഈ രുചിഭേദങ്ങൾ അറിയേണ്ടത്, അതായത് നമ്മുടെ നാട്ടിൽ ഫുഡ് വ്ളോഗിംഗ് എന്ന് പറയുമ്പോൾ അതിൽ ആളുകൾക്ക് രുചിഭേദങ്ങൾ പലപ്പോഴും അറിയില്ല എന്ന് തന്നെ തോന്നുന്നു. ഷെഫിന് ഇത് പഠിപ്പിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങാൻ പറ്റുമോ? അതങ്ങനെ ഇതിൽ നമ്മുടെ മഹേഷിൻ്റെ പ്രതികാരത്തിൽ പോലെ ഇത് പഠിപ്പിക്കാൻ പറ്റില്ല. കണ്ടറിഞ്ഞ് രുചി അറിഞ്ഞ് ടേസ്റ്റ് ചെയ്ത് വ്യത്യസ്തമായ രീതിയിൽ. ഇപ്പോൾ പഴയ നമ്മുടെയൊക്കെ അമ്മമാരുണ്ടാക്കുന്ന ആ കറികളൊക്കെ എന്തുകൊണ്ട് ആ കൺസിസ്റ്റൻസി വരുന്നത്? അവർ റെസിപ്പി എഴുതി വെച്ചിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ടില്ല. അവരതിൻ്റെ ഉണ്ടാക്കി പലവട്ടം ടേസ്റ്റ് ചെയ്ത് ബൈ ഹാർട്ടായിട്ട് ആ ഇടുന്ന അത്. പക്ഷേ വേറൊരു വീട്ടിൽ പോയി അവരുടെ അടുത്ത് ആ ഒരു മീൻകറി ഉണ്ടാക്കാൻ പറഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ ആ ഒരു കൺസിസ്റ്റൻസി ഇല്ല. അവരുടെ അടുക്കളയിൽ അവരുടെ ആ കറിച്ചട്ടിയിൽ അവരുടെ ഉപയോഗിക്കുന്ന ആ ഒരു പാത്രത്തിൽ അവരിട്ട് വെച്ചേക്കുന്ന ആ മുളക് പൊടി കണ്ണും പൂട്ടിയെടുത്ത് കൃത്യമായിട്ട് ഒരു കൈ വെച്ചിടുന്ന ആ അളവ്, അത് ആ ഒരു പരിചയം കൊണ്ട് നേടിയെടുക്കുന്ന ഒരു അനുഭവമാണ്. അപ്പോൾ ഇതുപോലെ ഈ ഒരു സംഭവം, പ്രത്യേകിച്ച് ഭക്ഷണത്തിൻ്റെ രുചിയെക്കുറിച്ച് കൃത്യമായിട്ട് അറിയുക എന്ന് പറയുന്നത് അനുഭവിച്ച് അറിയേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഈ ഫുഡ് വ്ളോഗുകൾ കാണുമ്പോൾ, യൂട്യൂബൊക്കെ കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. എങ്കിലും അതിൻ്റെ അകത്ത് പ്രത്യേകം പരാമർശിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾക്ക് ഇപ്പോൾ ഫുഡ് വ്ളോഗിങ് പല സെക്ടറായിട്ട് നമ്മൾ പല സെക്ഷനായിട്ട് തിരിച്ചാൽ, ഈ അമ്മൂമ്മയുടെ രഹസ്യ റെസിപ്പി അല്ലെങ്കിൽ തലമുറകളായി കൈമാറി കിട്ടിയ പാചകവിധി അല്ലെങ്കിൽ നൊസ്റ്റാൾജിയ, അതൊരു പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അത് വ്ളോഗിങ്ങിലല്ല, ഭക്ഷണത്തിൽ ഏറ്റവും ആദ്യം ആവിഷ്കരിച്ച നമ്മുടെ എല്ലാ അമ്മൂമ്മമാരുടെ കുറിപ്പടികൾ അല്ലെങ്കിൽ പാചക രീതികൾ, അത് വളരെ സക്സസ്ഫുള്ളായിട്ട് പ്രൊഫഷണലായിട്ട് ചെയ്ത് അതിൻ്റെ മാസ്റ്ററായി മാറിയ ഒരാളാണ് ഇരിക്കുന്നത്. അതിനെക്കുറിച്ചൊന്ന് പറയാമോ? ഈ പറഞ്ഞത് തന്നെ കാരണം എല്ലാം തനത് വിഭവങ്ങളാണല്ലോ ഷെഫ് സുരേഷ് പിള്ളയുടെ സിഗ്നേച്ചർ എന്ന് പറയുന്നത്. അതാണ് ഞാൻ ഈ ഒരു ഭക്ഷണം ഉണ്ടാക്കി അല്ലെങ്കിൽ കേരളത്തിലെ ഭക്ഷണത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി അതിനകത്ത് ഫോക്കസ് ചെയ്ത ഒരാളാണ്. ഒരു 30 വർഷത്തോളം ഉള്ള ഒരു കരിയറിൽ കഴിഞ്ഞ ഒരു 20 വർഷം ഞാൻ യൂറോപ്പിലെ പല വലിയ ഹോട്ടലും റെസ്റ്റോറൻറ്റിലൊക്കെ ജോലി ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ ഒരു വീരസ്വാമി എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിൽ ഞാൻ ജോലി ചെയ്യുകയാണ്. മഹാത്മാഗാന്ധി, വിൻസ്റ്റൺ ചർച്ചിൽ. അതിപ്പോൾ 100 വർഷമായി ആ റെസ്റ്റോറൻറ്റ് ഈ വർഷം. അപ്പോൾ അവിടെ ജോലി ചെയ്ത് 5 വർഷമൊക്കെ കഴിഞ്ഞ് നമുക്ക് ബ്രിട്ടീഷ് പൗരത്വമൊക്കെ കിട്ടിക്കഴിയുമ്പോൾ എനിക്ക് ഡെഫിനറ്റ്ലി ആദ്യത്തെ കിട്ടിയ ഒരു ഓഫർ ഒരു ഫ്രഞ്ച് റെസ്റ്റോറൻറ്റിലെ എൻ്റെ കൂടെ ജോലി ചെയ്ത ജനറൽ മാനേജർ, അദ്ദേഹം ഫ്രഞ്ച് റെസ്റ്റോറൻറ്റിലോട്ട് മാറിയപ്പോൾ എന്നെ അവിടെ ഇൻവൈറ്റ് ചെയ്ത് ഒരു 2-3 ദിവസം അവിടെ പോയി വർക്ക് ചെയ്തിട്ട് ആ ഒരു അല്ലെങ്കിൽ ഭക്ഷണത്തിൻ്റെ ഏറ്റവും ക്വാളിറ്റി അല്ലെങ്കിൽ ഭക്ഷണത്തിൻ്റെ എല്ലാ നിയമങ്ങളും എല്ലാം അതിൻ്റെ ഏറ്റവും സാധ്യതകൾ ഈ ലോകത്ത് കൊണ്ടുവന്ന ഫ്രഞ്ചുകാരാണ്. അപ്പോൾ അവിടെ ആ ഒരു റെസ്റ്റോറൻറ്റിൽ ജോലി കിട്ടി, അല്ലെങ്കിൽ ആ ഫ്രഞ്ച് ക്യൂസിൻ പഠിക്കാനും അവിടെ വർക്ക് ചെയ്യാനൊക്കെ ഉള്ളൊരു ചാൻസ് അതേപോലെ മറ്റു പലതും കിട്ടി.
കിട്ടിയിട്ടും പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ നമ്മളൊരു കേരളത്തിലെ ഭക്ഷണമാണ്, ഇത്രയും വളരെ മനോഹരമായിട്ടുള്ള എരിവും പുളിയും ഉപ്പൊക്കെ ഉള്ള വേറൊരിടത്തും ഇല്ല. നമുക്ക് ഇത്രയും നമ്മുടെ സുഗന്ധദ്രവ്യങ്ങളോ അല്ലെങ്കിൽ ഇത്രയും സുഗന്ധ വ്യഞ്ജനങ്ങളോ ഉപയോഗിക്കുന്ന വേറൊരു ഭക്ഷണ സ്ഥലങ്ങൾ എൻ്റെ ഒരു യാത്രയിൽ എല്ലാവർക്കും വ്യത്യസ്തമായി നമ്മളെക്കാട്ടി മികച്ച നല്ല ഭക്ഷണങ്ങളുള്ള രാജ്യങ്ങളുണ്ട്, നല്ല സ്ഥലങ്ങളുണ്ട്. പക്ഷേ ഈ രുചിയും ഇതേപോലുള്ളൊരു കുക്കിംഗ് മെത്തേഡും വേറൊരാൾക്കും ഇല്ല. അപ്പോൾ ഞാനിത് കുറേ വർഷം പഠിച്ചു. അതുകൊണ്ട് കേരളത്തിൻ്റെ ഭക്ഷണം തന്നെ നമ്മൾ പഠിച്ചാൽ അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അതിനെ പ്രൊമോട്ട് ചെയ്താൽ ഇത് ലോകം മൊത്തം പോവും, അല്ലെങ്കിൽ അതിനകത്തൊരു മാസ്റ്റർ ആവാൻ പറ്റുമെന്നുകൊണ്ട് അതിൽ സ്റ്റിക്ക് ചെയ്ത് നിന്ന ഒരാളാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഒരു തിരിഞ്ഞു നോക്കുമ്പോൾ ഇപ്പോൾ ഒരു 30 വർഷം അത് ഹോട്ടൽ മാനേജ്മെൻറ്റോ അല്ലെങ്കിൽ മറ്റൊന്നും പഠിക്കാണ്ട് തന്നെ ഒരു സാധാരണ റെസ്റ്റോറൻറ്റിൽ വെയിറ്ററായിട്ട് ജോലി ചെയ്ത് അവിടുത്തെ ഒരു ഷെഫിനെ അസിസ്റ്റൻ്റ് ചെയ്ത് പഠിച്ച് ഇങ്ങനെ എത്തിയ ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഒരു ഇപ്പം ചേട്ടൻ പറഞ്ഞ പോലെ നമ്മുടെ ഉള്ളിൽ പഴയ അമ്മൂമ്മമാരും അല്ലെങ്കിൽ പഴയ വീട്ടിലും അല്ലെ പണ്ട് കാലത്തെ കല്യാണ സദ്യയിലൊക്കെ അവിടെ ആശാന്മാർ കുക്ക് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ്, അവർ പാല് പിഴിഞ്ഞെടുക്കുന്ന ഒരു സമയം, അല്ലെങ്കിൽ സദ്യ ഉണ്ടാക്കുന്നതിന് മുമ്പ് ആ ഒരു സമയത്ത് ഞാൻ അതിൻ്റെയൊക്കെ ഇപ്പോഴാണ് ഇപ്പം ആ ഒരു രീതി ഒരു മെത്തേഡുകളൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. എൻ്റെയൊക്കെ ഒരു ചെറുപ്പകാലത്തെ ഒരു കല്യാണ സദ്യക്ക് നാട്ടിലൊക്കെ പോകുമ്പം ആ പാചകക്കാരുടെ ഒരു കെയർ, അവരുടെ ഒരു മെത്തേഡ്, 11 മണിക്ക് സദ്യയാണ്, 11 മണിക്ക് ഫസ്റ്റ് ഇലയിടണം, 4 മണിക്ക് അതിൻ്റെ സാമ്പാറിൻ്റെ വെള്ളം വെക്കും, അതുപോലെ 7 മണിയാവുമ്പം അവിയലിനകത്ത് തൈര് ചേർക്കുക. കാരണം അതിൻ്റെ എല്ലാം ഒരു കൃത്യസമയത്തൊരു രീതിയിൽ ആ ഒരു മെത്തേഡ് അനുസരിച്ചിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്നു. അപ്പോൾ അതൊക്കെ കണ്ട് വളർന്ന ഒരാൾക്ക് നമ്മുടെ ആ ഒരു നൊസ്റ്റാൾജിക്ക് അല്ലാണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പം ഷെഫ് ഫ്രഞ്ചുകാരുടെ പാചകവും ഇതൊക്കെ പറഞ്ഞു. ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ചതെന്ന് വെച്ചാൽ കഴിഞ്ഞ 10 വർഷത്തിനിടക്ക് ഫ്രഞ്ചുകാരുടെ ബീഫ്, അതായത് മാട്ടിറച്ചി കഴിക്കുന്നതിൻ്റെ അളവ് ഭയങ്കരമായിട്ട് കുറഞ്ഞു എന്ന്. ഇങ്ങനെയുള്ള ചില ട്രെൻഡുകൾ ശ്രദ്ധിക്കുന്നുണ്ട്. അത് നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു ട്രെൻഡ്, ഷെഫ് ശ്രദ്ധിച്ച ഒരു ട്രെൻഡിലുള്ള ചേഞ്ച്? തീർച്ചയായിട്ടും. ഏറ്റവും ഇപ്പം നമ്മൾ തന്നെ നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ കാണാൻ പറ്റും കേരളത്തിൽ എന്തുമാത്രം ഭക്ഷണത്തിൻ്റെ രുചിയിലെ വ്യത്യാസം ഉണ്ടായി എന്നുള്ളത്. ഒരു 20 വർഷം 30 വർഷം മുമ്പ് മലയാളികളുടെ ഭക്ഷണത്തിൽ ഏറ്റവും ആദ്യം വന്നത് ഒരു ചൈനീസ് ഭക്ഷണമാണ്. ശരിക്കും ഒരു നോർത്ത് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെ ഭക്ഷണം വരുന്നതിന് മുന്നേ തന്നെ ചൈനീസ് എന്ന് പറഞ്ഞൊരു ചില്ലി ചിക്കൻ അല്ലെങ്കിൽ ചിക്കൻ ന്യൂഡിൽസ് അല്ലെങ്കിൽ നമ്മുടെ സ്വീറ്റ് കോൺ ചിക്കൻ സൂപ്പ്, അതാണ് മലയാളികളുടെ ആദ്യത്തെ ഒരു ഭയങ്കര ട്രെൻഡായിട്ട് വന്ന് എല്ലാ ആൾക്കാരും ഒരു ചൈനീസ് ഭക്ഷണത്തിലേക്ക് പോകുന്നു. അതിനുശേഷമാണ് പിന്നീട് നമ്മുടെ ഒരു നോർത്ത് ഇന്ത്യയിലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ബട്ടർ ചിക്കൻ അല്ലെങ്കിൽ നാനൊക്കെ കഴിക്കാം, അല്ലെങ്കിൽ തന്തൂരി ചിക്കൻ കഴിക്കാമെന്ന് മലയാളി തിരിച്ചറിഞ്ഞു ചൈനീസ് വന്നതിന് ശേഷം. ഓരോ 10 ഇയേഴ്സിന് വ്യത്യാസം. അതിന് പിന്നീടാണ് ഒരു ഇൻ്റർനാഷണൽ ഫുഡ് എന്ന നിലയിൽ പിസ്സയും പാസ്തയും ഒക്കെ ഭയങ്കരമായിട്ട്, ബർഗർ ഉണ്ട് കഴിക്കാൻ അല്ലെ ഹോട്ട് ഡോഗ് ഉണ്ട് കഴിക്കാൻ എന്ന നിലയിലേക്ക് ആ ഒരു രീതിയിലേക്ക് പോകുന്നു. അതിനുശേഷമാണ് നമ്മളുടെ പ്രവാസ ജീവിതം, അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു 30 ഇയേഴ്സായിട്ട് മലയാളികൾ വിദേശ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റ് കൺട്രിയിൽ പോവുകയും അവിടുത്തെ ഫസ്റ്റ് ജനറേഷൻ സെക്കൻഡ് ജനറേഷൻ ആ ഒരു വലിയ വിഭാഗം അവിടുത്തെ ഒരു അറബിക് ഫുഡ് കഴിച്ചതിൻ്റെ ഒരു ഇൻഫ്ലുവൻസിൽ ഈ ബാക്കി ചൈനീസോ അല്ലെങ്കിൽ മറ്റേത് ഫുഡിനോ ഇല്ലാത്ത രീതിയിൽ വ്യത്യാസമായിട്ട് ഒരു അറബിക് ഫുഡിൻ്റെ ഒരു ട്രെൻഡ് കഴിഞ്ഞ ഒരു 10 വർഷം കൊണ്ട്. നിങ്ങൾക്കറിയാം പഴയ നമ്മുടെ ഒരു നാട്ടിലെ ഒരു മുമ്പിൽ ഇനി ഒരു നാണയത്തൊട്ടിട്ട സമോവറിലെ ഒരു ചായക്കട കാണാൻ പറ്റില്ല. അതൊക്കെ പോയി. അല്ലെ രാവിലെ ഇഡ്ഡലിയും നല്ല ലൂസ് തേങ്ങ അരച്ച ചമ്മന്തിയും അല്ലെങ്കിൽ തട്ടുദോശയും പപ്പടമൊക്കെ ഒരു പാട്ടയ്ക്കകത്ത് ഇട്ടിട്ട് കൊണ്ടുവരുന്ന ആ കടകളൊക്കെ പോയിട്ട് അവിടെ എല്ലാം ഷവർമ കടകളും അല്ലെങ്കിൽ മന്തി കടകളും, അത് ആളുകളുടെ ഡിമാൻഡ് അനുസരിച്ചിട്ട് മാറിയതാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലെ ഭക്ഷണ രീതികൾ മാറിയത് പഴയ ഓരോ 5 കിലോമീറ്റർ ഒരു ഗ്രാമത്തിന് മുമ്പിൽ ഒരു ചായക്കട ഉണ്ടാവും. ആ ചായക്കടയിൽ എല്ലാവരും വന്നിരുന്ന് നല്ല അടിച്ച ചായ കുടിക്കാം. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടാണോ അല്ലെങ്കിൽ പുട്ടും പയറും ചെറുപയറുള്ളൊരു കറി അല്ലെങ്കിൽ മുട്ട റോസ്റ്റും അപ്പവും ഉണ്ടാക്കി വെക്കുന്ന ആ കടകളൊക്കെ അന്യം നിന്ന് പോയി. അതെന്തുകൊണ്ടാണ്? മലയാളികളുടെ ഭക്ഷണ രീതികൾ മാറി, ട്രെൻഡ് അനുസരിച്ചിട്ട് മാറി. അപ്പോൾ ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഏറ്റവും കൂടുതൽ മറ്റ് ചൈനീസ് ഭക്ഷണങ്ങളോ അല്ലെങ്കിൽ ഈ പറഞ്ഞ നോർത്ത് ഇന്ത്യൻ ഭക്ഷണങ്ങളോ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ പിസ്സയും പാസ്തയും വരുന്നതിനെക്കാട്ടി ഇൻഫ്ലുവൻസ് എന്തുകൊണ്ട് ഈ അറബിക് ഭക്ഷണത്തിന് വരുന്നതിൻ്റെ ഒരു കാര്യം, കഴിഞ്ഞ 30 വർഷം കൊണ്ട് മലയാളികൾ അവിടെ പോയി അവിടുത്തെ അനുഭവിച്ചു, അതിൻ്റെ രുചി അവരുടെ ബ്ലഡിനകത്ത് എത്തുകയും അവരുടെ മക്കൾ അല്ലെങ്കിൽ അവരുടെ കൂടുതൽ കാലം ഇവിടെ വരുമ്പോൾ അതിന് കൂടുതൽ ഡിമാൻഡായി വരികയാണ്. അപ്പോൾ ഇനി ഒരു പക്ഷേ ഇപ്പോഴത്തെ ഒരു രീതിയിൽ നമ്മളുടെ ഒരു മൈഗ്രേഷൻ നമുക്കറിയാം. ഇപ്പോൾ ആളുകൾ UK പോകുന്നു, മറ്റ് പല രാജ്യങ്ങളിലേക്ക് പോകുന്നു. അവരുടെ ഒരു സെക്കൻഡ് ജനറേഷൻ മാറി അടുത്തൊരു 10-15 ഇയേഴ്സ് കഴിഞ്ഞ് ഈ ഫുഡിൻ്റെ ട്രെൻഡ് വീണ്ടും മാറിയേക്കാം. അതുകൊണ്ട് അതനുസരിച്ചിട്ട് ഇങ്ങനെ ഭക്ഷണം മാറുകയാണ്. അപ്പോൾ ഈ അറബിക് ഭക്ഷണത്തിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ലാസ്റ്റ് 10 ഇയേഴ്സ് ഏറ്റവും സ്ട്രോങ് ആയിട്ട് കേരളത്തിൽ വന്നതാണ്. ഈ CV ബാലകൃഷ്ണൻ എന്നുള്ള എഴുത്തുകാരൻ്റെ ഒരു ആരാധകനാണ് ഞാൻ, അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തുമാണ് ഞാൻ. അപ്പോൾ അദ്ദേഹം യാത്രാവിവരണം കുറിച്ച് പറഞ്ഞപ്പോൾ ഇവിടെ കഴിഞ്ഞ ദിവസം ഒരു സെഷനിൽ പറഞ്ഞു, അതിൽ എഡിൻബറോയിൽ പോയപ്പോൾ എഡിൻബറോ നടക്കാനുള്ള നഗരമാണ്. അതാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ യാത്രാവിവരണത്തിൻ്റെ അവസാനത്തെ വരി, എഡിൻബറോ നടക്കാനുള്ള നഗരമാണ്.
തിന്നാനുള്ളൊരു നഗരം, ഭക്ഷണം ആസ്വദിക്കാനുള്ളൊരു നഗരം ഷെഫിൻ്റെ അഭിപ്രായത്തിൽ ഏതാണ്? കേരളം എന്നുള്ള ഒരു പ്രദേശത്തെ മാറ്റി നിർത്തിയിട്ടുള്ള ഒരു അങ്ങനെയാണെങ്കിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഞാനിപ്പോൾ പോയി ഒത്തിരി എൻ്റെ ഒരു ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നത് എനിക്ക് ഇതുപോലുള്ള മികച്ച റെസ്റ്റോറൻറ്റുകളും ലോകത്തെ വിഖ്യാതമായ റെസ്റ്റോറൻറ്റുകളിൽ അതേപോലെ ഏറ്റവും വലിയ വലിയ പാചക ഷെഫുമാരുടെയൊക്കെ ഭക്ഷണമൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു യാത്രയിൽ എനിക്ക് ഏറ്റവും കേരളത്തിലെ ഭക്ഷണം ഏറ്റവും നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട നമ്മൾ ജനിച്ചു വളർന്ന ഭക്ഷണം 100% നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടതാണ്. അതല്ലാണ്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഇപ്പം അതിൻ്റെ ഒരു വാല്യൂ തിരിച്ചറിഞ്ഞ് അല്ലെങ്കിൽ അതിൻ്റെ ഗുണങ്ങളൊക്കെ തിരിച്ചറിയുമ്പം ലോകത്തെ തന്നെ ഇപ്പോൾ ഒരു സൂപ്പർ ട്രെൻഡ് അല്ലെ സൂപ്പർ ഫുഡായിട്ട് മാറിയ ജപ്പാനിലെ ഫുഡുകളാണ്. അപ്പോൾ എല്ലാ ആൾക്കാരും ഇപ്പോൾ നമുക്കറിയാം പണ്ട് ഫ്രഞ്ച് ഫുഡായിരുന്നു ഏറ്റവും എക്സ്പെൻസീവ് മോസ്റ്റ്. ഇപ്പോൾ ആ ഒരു ഗണം ജപ്പാനീസ് ഫുഡ് ഏത് റെസ്റ്റോറൻറ്റിൽ പോയാലും ഏറ്റവും സൂപ്പർ മിഷ്ലിൻ സ്റ്റാർ റെസ്റ്റോറൻറ്റ് ആയിക്കോട്ടെ, ഈവൻ സ്ട്രീറ്റ് ഫുഡ് ആയാൽ പോലും ഏറ്റവും എക്സ്പെൻസീവായിട്ട് മാറി ആളുകൾ കൂടുതൽ പ്രിയപ്പെടായിട്ട് വേൾഡിൽ മൊത്തം വന്നിരിക്കുന്ന അത് ഞാനും പോയി കഴിച്ചു. പലതരം നല്ല നല്ല ഷെഫുമാരുടെ ഭക്ഷണം കഴിച്ചപ്പോൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് അതിൻ്റെ ഒരു ഹെൽത്തി വേർഷൻ നമ്മൾ മനസ്സിലാക്കുമ്പം എനിക്ക് തോന്നുന്നു ജപ്പാനീസ് ക്യൂസിൻ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ജപ്പാനിലെ ഫുഡ്. അതുപോലെ ഗ്രീക്കിലെയൊക്കെ അല്ലെങ്കിൽ സ്പെയിനിൽ യൂറോപ്പിൽ പോയാൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് തോന്നിയ സ്പാനിഷ്. കാരണം അവരുടെ ഭക്ഷണ രീതികളും അവരുടെ സ്റ്റൈൽ ഓഫ് സർവീസും യൂറോപ്പിലെ മൊത്തത്തിലൊരു മാറ്റമാണ്. അവിടെ തപ്പാസ് എന്നാണ് പറയുക. അപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ പോയിട്ട് ചെറിയ ചെറിയ പോർഷനിലെ ഡിഷുകൾ ഒരു 7-8 വാങ്ങിച്ചിട്ട് 4-5 പേര് ഇങ്ങനെ ഷെയർ ചെയ്ത് കഴിക്കുന്ന ഒരു അതിന് പറയുന്നത് തന്നെ തപ്പാസ് സ്റ്റൈൽ എന്നാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ സ്പെയിനിലെ ഭക്ഷണം, ജപ്പാനിലെ, അതുപോലെ ഗ്രീക്ക്, മെഡിറ്റേറിയൻ, ഇതൊക്കെയാണ് എൻ്റെ പ്രിയപ്പെട്ട. കണ്ടിട്ട് കുറേ കൂടെ ആളുകൾക്ക് വൈവിധ്യമാർന്ന തരത്തിലുള്ള കുക്കിങ്ങും ആ ഒരു മീറ്റിന് കൊടുക്കുന്ന അല്ലെങ്കിൽ അവർ കൊടുക്കുന്ന പ്രോട്ടീൻ, ഇപ്പോൾ സീ ഫുഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മീറ്റ് ആയിക്കോട്ടെ, അത് കുക്ക് ചെയ്യുന്ന രീതിയിൽ ഭയങ്കര ആ ഒരു നമുക്ക് ആ മീറ്റിൻ്റെ ഫ്ലേവറൊക്കെ കൃത്യമായിട്ട് മനസ്സിലാവുന്ന കാര്യം, ഓവർ സ്പൈസ്ഡ് അല്ലാണ്ട്. അപ്പോൾ അതിന് ഭയങ്കര കെയർ കൊടുത്തിട്ടുള്ള ഒരു കുക്കിംഗ് മെത്തേഡാണ് ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങൾ. അപ്പോൾ അത് ഒരു ഷെഫ് എന്ന നിലയിൽ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അത് മറ്റുള്ള ആൾക്കാർ, ഇപ്പോൾ ലോകത്തുള്ള ആൾക്കാരൊക്കെ ഭക്ഷണപ്രേമികളൊക്കെ ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് പറയുന്ന സ്ഥലങ്ങൾ കൂടിയാണിത്. ഞാൻ ഒരു 20 വർഷം മുമ്പ് ജപ്പാനിൽ പോയപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ ഒരു ഷീറ്റുകൾ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുകയാണ്. അപ്പം ഞാൻ കരുതിയത് കുട്ടികൾക്ക് പുസ്തകം പൊതിയാനുള്ള ഷീറ്റായിരിക്കും എന്ന് വിചാരിച്ചു. പിന്നീടാണ് അത് അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് അത് സീവീഡ്സ് ആണ്. അത് ഭക്ഷണ പദാർത്ഥമാണത്. നമുക്ക് ഇത്രയും വലിയ സമുദ്ര തീരമൊക്കെ ഉണ്ട്, നമുക്ക് എന്തുകൊണ്ട് സീവീഡ്സ് നമ്മുടെ ഒരു ഫുഡ് കൾച്ചറിലേക്ക് വന്നില്ല? ഷെഫിന് അതിൻ്റെ അകത്ത് അത് നിരീക്ഷിച്ചിട്ടുണ്ടോ? കാരണം പുറത്തൊക്കെ ജോലി ചെയ്ത ആളാകുമ്പോൾ സ്വാഭാവികമായിട്ടും. തീർച്ചയായിട്ടും അത് കടൽ സസ്യങ്ങൾ, എഡിബിളായിട്ടുള്ള കടൽ സസ്യങ്ങൾ പ്രത്യേകിച്ച് സീ ഫുഡ് ഡിഷിൻ്റെ കൂടെ പെയറിംഗ് ആയിട്ട് പോകണം. ഞാനത് ഏറ്റവും വലിയ രസം, ഞാൻ നിങ്ങൾക്ക് കുറേ പേർക്കൊക്കെ അറിയാം, ഞാൻ BBC മാസ്റ്റർ ഷെഫിൽ പങ്കെടുത്തതാണ്. അതിനകത്ത് ഞാനൊരു ഗാർണിഷായിട്ട് ഉപയോഗിച്ചത് സാംഫെയർ എന്ന് പറഞ്ഞ, അത് വളരെ രസം, ഭയങ്കര ടേസ്റ്റാണ്. അത് സാംഫെയർ കടലിനടിയിലുള്ള പലതരം സീവീഡുകളുണ്ട്. അപ്പോൾ അത് പ്രത്യേകിച്ച് കേരളത്തിലോ അല്ല ഇന്ത്യയിൽ ഇത്രയും കടൽ തീരോ അല്ലെങ്കിൽ നമുക്ക് ആ ഒരു രീതിയിലേക്ക് വരാഞ്ഞത് ഇവിടുത്തെ വെള്ളത്തിന്, എനിക്ക് തോന്നുന്നത് ആ വെള്ളത്തിൻ്റെ ശുദ്ധതയോ അല്ലെങ്കിൽ അതുകൊണ്ടായിരിക്കാം എന്നാണ്. പക്ഷെ അവിടെയൊക്കെ അത് വളരെ പ്രൊട്ടക്റ്റായിട്ട് കെയർ ചെയ്ത് ഒരു ഉദാഹരണത്തിന് പറയാൻ നമുക്കറിയാം, ഓയിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞൊരു സാധനം, മുരുവിറച്ചി നമ്മുടെ കേരളത്തിലൊക്കെ ലഭ്യമാണ്. നിങ്ങളൊക്കെ ടി വിയിലോ അല്ലെങ്കിൽ സിനിമയിലൊക്കെ കണ്ടാണ് ആളുകൾ ഫ്രഷ് ആയിട്ട് അതെടുത്ത് ആ ഇറച്ചി കുക്ക് പോലും ചെയ്യാണ്ട് കഴിക്കുന്ന. ഒരു നാരങ്ങ കുറഞ്ഞ് ഒരു തുള്ളി നാരങ്ങ നീര് പിഴിഞ്ഞിട്ടിട്ട് അതങ്ങ് കഴിക്കാം. ഇവിടെയൊക്കെ ലഭ്യമാണ്. പക്ഷെ ഇവിടുത്തെ ആ ഒരു ഓയിസ്റ്റർ നമ്മൾ കഴിച്ചാൽ നമുക്ക് തീർച്ചയായിട്ടും അതിന് വയറിന് വലിയ പ്രശ്നം വരും. കാരണം അത് വെള്ളത്തിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ക്ലീൻനെസ്സും കാര്യങ്ങളുമാണ്. അതിപ്പം നിങ്ങൾ ഓസ്ട്രേലിയയിൽ ഇപ്പം മെൽബണിലോ സിഡ്നിയിലൊക്കെ പോയി അവിടുത്തെ കോസ്റ്റിൽ പോയാൽ, ഞാനിപ്പം ഈ റീസെൻ്റ് ആയിട്ട് പോയതാണ്. അപ്പോൾ അവിടെ പോകുമ്പോഴും ആളുകൾ ജസ്റ്റ് ഒരു ടൂറിസ്റ്റ്, നമ്മളിവിടെ പോയി കപ്പലണ്ടി വാങ്ങിച്ച് കഴിക്കുന്ന പോലെ ഒരു ബീച്ചിൽ പോയാൽ ഒരു സുണ്ടൽ, ഇപ്പോൾ തമിഴ്നാട്ടിലെ ബീച്ചിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് തേങ്ങ മാങ്ങ സുണ്ടൽ എന്ന് പറയുന്ന സാധനമുണ്ട്. അത് കഴിക്കുന്ന പോലെയാണ് ഇവരിങ്ങനെ ആ ഓയിസ്റ്റർ വാങ്ങിച്ച് 2 ഓയിസ്റ്റർ വാങ്ങിച്ച് പച്ചക്ക് കഴിച്ചു പോകുക. അപ്പോൾ അത് നമുക്ക് ഇവിടെയും ലഭ്യമാണ്. പക്ഷെ ഇവിടെ അതിനെ ആ രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്ത് ക്ലീൻ ആക്കി കറക്റ്റ് ആക്കിയാൽ അങ്ങനെ പോവുകയാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ സീവീഡ് എന്ന് പറഞ്ഞതൊക്കെ. ചിലപ്പോൾ ഒരു പക്ഷേ അതൊക്കെ നാട്ടിലെ റെസിപ്പികളിലേക്ക് വരും. നമ്മളിതൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ നോർമൽ ഒത്തിരി പേർക്ക് പോലും ഇപ്പോൾ ചിലപ്പോൾ പറഞ്ഞാൽ അറിയില്ല, കടലിനടിയിലുള്ള പല സസ്യങ്ങളും ഭക്ഷ്യയോഗ്യമാണ്, പല ബ്യൂട്ടിഫുള്ളി ഗാർണിഷ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഈ പ്രത്യേകിച്ച് സാംഫെയർ അങ്ങനെ പലതരത്തിൽ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് ഇംഗ്ലണ്ടിൽ. ഇവിടെ നമ്മളങ്ങനെ ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ പുതിയ കാര്യങ്ങൾ വന്നാൽ അതിനെ ഒന്ന് അപ്രിഷ്യേറ്റ് ചെയ്യാൻ കുറച്ചുകൂടെ സമയം എടുക്കുന്ന കാരണം നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. ഈ സീവീഡ് നമുക്ക് അതിൻ്റെ ഒരു കൾച്ചർ ഇല്ല, അല്ലെങ്കിൽ അതിനെ വളർത്തിയിട്ടോ അല്ലെങ്കിൽ അത് കൾച്ചർ ചെയ്തിട്ടോ എടുക്കുക എന്നുള്ള ഒരു രീതിയൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് നമുക്ക്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, അതായത് കുറച്ച് വർഷം മുമ്പ് മറ്റൊരു സെലിബ്രിറ്റി ഷെഫ്, നോർത്ത് ഇന്ത്യ എന്നുള്ള ആളാണ് രൺവീർ ബ്രാർ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. രൺവീർ കൊച്ചിയിൽ വന്നു. ഞാൻ അദ്ദേഹവുമായി ദീർഘനേരത്തെ ഒരു സംഭാഷണത്തിൽ ഏർപ്പെട്ടു. ആ സംഭാഷണം പിന്നീട് പാചകത്തിലോട്ട് പോയി. അദ്ദേഹം ചില കാര്യങ്ങൾ എന്നെ പഠിപ്പിച്ചു, ഞാൻ ചില നമ്മുടെ ചില പാചകം അദ്ദേഹത്തെ പഠിപ്പിച്ചു. രൺവീർ ബ്രാർ പോകുമ്പോൾ എന്നോടൊരു ചോദ്യം ചോദിച്ചു,
പുള്ളി എന്നോട് ചോദിച്ചത്, കേരളത്തെക്കുറിച്ച് വളരെ വിശദമായ ആഴത്തിൽ അറിവുള്ള ആളാണ്. കൂടെ വരുന്നതാണോ? ഏ? കൂടെ വരുന്നതാണോ? അല്ല, അദ്ദേഹം ചോദിച്ച ചോദ്യം വെച്ചാൽ ഇവിടുന്ന് വാഴക്കുളത്തേക്ക് എത്ര ദൂരം ഉണ്ടെന്ന് ചോദിച്ചു. ഞാൻ അപ്പം തന്നെ ഗൂഗിൾ ചെയ്തിട്ട് പറഞ്ഞു വാഴക്കുളത്തേക്ക് ഇത്ര ദൂരമുണ്ട്. അപ്പോൾ പുള്ളി പറഞ്ഞു ഇന്ത്യയിലെ ഏറ്റവും നല്ല പൈനാപ്പിൾ കിട്ടുന്ന സ്ഥലമാണ് എന്ന് എനിക്കറിയാം. അദ്ദേഹത്തിൻ്റെ ഒരു ചോദ്യം എന്നോട് ചോദിച്ചു, ആന്റണി വൈ? എന്നോട് ചോദിച്ച ചോദ്യം എന്ന് വെച്ചാൽ കേരളത്തിൽ ഇഷ്ടംപോലെ മീനും കിട്ടും, എന്തുകൊണ്ട് പൈനാപ്പിൾ ഇട്ട് മീൻകറി ഉണ്ടാക്കുന്നില്ല മലയാളികൾ? ഞാൻ പിന്നെ ഉണ്ടാക്കി വീട്ടിൽ പോയിട്ട്. അപ്പോൾ സീവീഡിൻ്റെ കാര്യം വിടുക. അപ്പം ഈ പൈനാപ്പിൾ ഇട്ടുള്ള മീൻകറി ഷെഫിന് ചിലപ്പോൾ വളരെ ഇതൊന്നും അപരിചിതമായിരിക്കില്ല. പക്ഷെ ഇവിടെ ഇരിക്കുന്ന പലർക്കും നമുക്ക് മലയാളിക്ക് ഒരു വലിയ പ്രശ്നമുള്ള വെച്ചാൽ നമ്മൾ പേരക്കയുടെ സീസണിൽ പേരക്ക കഴിക്കില്ല, അതിന് പകരം കിവി ഫ്രൂട്ട് വരുത്തിച്ചത് കഴിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ ഈ പൈനാപ്പിൾ ഇട്ട് മീൻകറി എന്തുകൊണ്ട് വെച്ചുകൂടാ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഞാൻ ഷെഫിനോട് ചോദിക്കുകയാണ്, എന്താണ് അങ്ങനെ ചെയ്യുമ്പോൾ ആ കറിയുടെ ഒരു സ്ട്രക്ചർ എന്താകും, അതിൻ്റെ ഒരു ഘടന എന്താകും, അതിൻ്റെ ഒരു രുചി വൈവിധ്യം എങ്ങനെയായിരിക്കും? അല്ല, അതിലും ഉപരി ഞാൻ ഏറ്റവും ശ്രദ്ധിച്ച പേരയ്ക്കുള്ള സമയത്ത് നമ്മൾ കിവി കഴിക്കുമെന്ന് പറഞ്ഞാൽ മലയാളികളുടെ അടുത്ത് പ്രത്യേകിച്ച് ഞാൻ ഇത് വീണ്ടും നമ്മൾ വേറെ രാജ്യങ്ങളിലൊക്കെ പോകുമ്പോഴാണല്ലോ അതിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലായത്. അപ്പോൾ ചില ഇംഗ്ലണ്ടിൽ ഓരോ സീസണിൽ പൊട്ടറ്റോ ഉണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് പൊട്ടറ്റോ ഇല്ലെങ്കിൽ അവർ വേറൊരു സ്ഥലത്തെ പൊട്ടറ്റോ കഴിക്കില്ല അവിടെ. അപ്പോൾ ആ സീസണിൽ ആ നാട്ടിലുള്ള പൊട്ടറ്റോ തീർന്നാൽ മാത്രമാണ് വേറൊരു സ്വന്തം രാജ്യത്ത് തന്നെ വേറൊരു കൗണ്ടിയിലെ പൊട്ടറ്റോ പോലും വരിക. അപ്പം ആ ഒരു അവിടുത്തെ അതൊക്കെ നമ്മൾ പോയി അത്ഭുതപ്പെട്ടുകൊണ്ട്. അപ്പം നമ്മളിവിടെ സ്വന്തം കേരളത്തിൽ ഇത്രയും രുചികരമായ റൂട്ട് വെജിറ്റബിൾസ്, ഇപ്പോൾ ചേന, ചേമ്പ്, കാച്ചിൽ, അങ്ങനെ പലതരം പച്ചക്കറികളുണ്ട്. അത് നിങ്ങൾ കണ്ടാൽ അറിയാം. ഇങ്ങനെ ഏതെങ്കിലും പച്ചക്കറികളിൽ ഏറ്റവും ബാക്കിൽ ഇങ്ങനെ ഉണങ്ങി വരണ്ടിരിക്കും, ഒന്നുകിൽ ഓണത്തിന് അല്ലെങ്കിൽ വിഷുവിന് അവിയലിനും സാമ്പാറിനൊക്കെ ചേർക്കാൻ വേണ്ടി. അപ്പോൾ ഇത് പറയുന്നത് ഓരോ നാടിൻ്റെ ഭൂപ്രകൃതിക്ക് അനുസരിച്ചിട്ട് ഒരു 5 കിലോമീറ്റർ അല്ലെ 5-10 മൈൽ റേഡിയസിലുള്ള ഭക്ഷ്യവസ്തുക്കൾ ആദ്യം ഉപയോഗിക്കുക. അതിനുശേഷം മാത്രമാണ് തൊട്ടടുത്തുള്ള ഈവൻ ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ വാഴക്കുളം എന്ന് പറയും, ഇപ്പോൾ എറണാകുളം അല്ലെങ്കിൽ കളമശ്ശേരി മുതൽ ആ ഒരു ബെൽറ്റിലുള്ള ഭക്ഷ്യവസ്തുക്കളാണ് ഇവിടെ ഉള്ളവർ കഴിക്കേണ്ടതെന്നാണ് പറയും. ഇവിടെയുള്ള കപ്പ, ഇവിടെയുള്ള ചേനയും ചേമ്പും തിന്ന് തീർത്തിട്ട് വേണം നിങ്ങൾ ഊട്ടിയിൽ നിന്നുള്ള ക്യാരറ്റ് കഴിക്കാൻ എന്നാണ് പറയുക. പക്ഷെ അതൊക്കെ ഒരു ഗ്ലോബൽ വാർമിങ്ങിൻ്റെ അല്ലെങ്കിൽ പുതിയ രീതിയിലുള്ള ഷെഫ്സുമാരൊക്കെ പറയുന്ന ഈറ്റ് ലോക്കൽ അല്ലേ, ബി ലോക്കൽ എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റിലേക്ക് പോവാണ്. അതേപോലെ ഇപ്പം മുരിങ്ങയിലയുടെ സീസണാണ്, മുരിങ്ങയ്ക്കയുടെ സീസണാണ്. നമ്മൾക്കിപ്പോൾ ഒരുപാട് പണ്ടൊക്കെ ആളുകൾക്ക് അത് ഭയങ്കര പഴയ വീടുകളിലൊക്കെ മുരിങ്ങയ്ക്കയാണ് ഒരു സീസൺ, അല്ലെങ്കിൽ ആ ഒരു മാസക്കാലം വീട്ടിൽ മുരിങ്ങയ്ക്ക ആയിരിക്കും കറി. അല്ലെങ്കിൽ പപ്പായ ആണെങ്കിൽ പച്ചപ്പപ്പായ ഉണ്ടെങ്കിൽ അതിൻ്റെ തോരൻ വെച്ച് കഴിക്കുക, അല്ല വാഴക്കൂമ്പാണെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഒരു മലയാളികളുടെ ഒരു വളർച്ച, അല്ലെങ്കിൽ മലയാളികൾ പണ്ട് കഞ്ഞിക്കകത്ത് കാന്താരി മുളക് ഉടച്ച് അല്ലെ കല്ലുപ്പിട്ട് മാത്രം കഴിച്ചിരുന്ന മനുഷ്യർ, ഭൂരിപക്ഷം മനുഷ്യരുടെ മുമ്പിലേക്ക് ഈ ഒരു ഫോർച്യൂൺ, അവർ പല തൊഴിലെടുത്ത് അധ്വാനിച്ച് എന്തും കഴിക്കാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഒരു വളർച്ച എത്തിയിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട കുറേ സാധനങ്ങൾ നമ്മൾ നഷ്ടപ്പെടുത്തിയിട്ടാണ്. അത് അവർ പറയുന്നത് ഇപ്പോൾ ഈ ഒരു പപ്പായോ അല്ലെങ്കിൽ ഈ ഒരു തേങ്ങയോ മെക്സിക്കോയിലുള്ള ഒരാൾക്ക് ചിലപ്പോൾ സ്യൂട്ടാവില്ല. അവിടെ ജനിച്ച് വളർന്നവർക്ക് ഇത് കഴിക്കണമെന്ന് നിർബന്ധമില്ല. ഇപ്പോൾ ഈ കേരളത്തിലെ ഈ ട്രോപ്പിക്കൽ അല്ലെങ്കിൽ ഓരോ ട്രോപ്പിക്കൽ കാലാവസ്ഥയിൽ എന്തൊക്കെയോ, പക്ഷേ അത് നമുക്കാണ് ഏറ്റവും, നമ്മളിവിടെ ജനിച്ച് വളർന്നവർക്ക് ഏറ്റവും ബെസ്റ്റ് ഈ തേങ്ങയുടെയും ഈ തേങ്ങാ വെളിച്ചെണ്ണയുടെയും അല്ലെങ്കിൽ ഇവിടുത്തെ ചുറ്റുപാടിലുണ്ടാവുന്ന പച്ചക്കറികളായാലോ ഇവിടുത്തെ മത്സ്യങ്ങളോ കാര്യങ്ങളാണ്. അപ്പോൾ അത് പറഞ്ഞൊരു ആ പോയിന്റ്, പേരയ്ക്ക എന്നുള്ള പറഞ്ഞ പേരയ്ക്ക ഇവിടെ ഉള്ളപ്പോൾ അത് വേണ്ടാട്ട്, അല്ലെങ്കിൽ ദൂരെ നിന്ന് വരുന്ന കിവിയോ അല്ല ന്യൂസിലൻഡിൽ നിന്ന് കൊണ്ടുവരുന്ന കിവിയോ അല്ലെങ്കിൽ റംബൂട്ടാനോ ഒക്കെ കഴിക്കാനാണ് ആളുകൾക്ക് താല്പര്യം. ഈ രൺവീർ ബ്രാർ ഒരു ഫുഡ് ഫിലോസഫി പറഞ്ഞു. അതായത് നിങ്ങൾക്ക്, അതായത് ഒരു മലയാളിക്ക് അല്ലെങ്കിൽ ഒരു കൊച്ചിക്കാരന് അല്ലെങ്കിൽ ഒരു കാസർഗോഡുകാരന് നിങ്ങൾക്ക് ഏറ്റവും ഇണങ്ങുന്ന ഫ്രൂട്ട് ഏതാണെന്ന് പുള്ളി കണ്ടുപിടിക്കാൻ ഒരു എളുപ്പവഴി പുള്ളി പറഞ്ഞു തന്നു. നിങ്ങളത് നട്ട് അതിൻ്റെ ഒരു ചെടി നട്ട് വളർത്തുക, ഇവിടെ പിടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളത് കഴിച്ചോളൂ, അല്ലെങ്കിൽ അത് വേണ്ടെന്നുള്ളതാണ് പുള്ളി പറയുന്നത്. നമ്മളിപ്പോൾ ഈ ഞാൻ പറഞ്ഞല്ലോ തുടക്കത്തിലെ ഈ അടുപ്പ് മാറി മാറി ഷെഫിനെ നമ്മൾ ഫുഡ് വ്ളോഗിങ് എന്നുള്ള അടുപ്പിൽ ഒക്കെയാണ് നമ്മൾ ആദ്യം കൊണ്ടുപോയത്. പക്ഷെ അദ്ദേഹം നമ്മളെ ലോകത്തിൻ്റെ മൊത്തത്തിലുള്ള ഇൻ്റർനാഷണൽ ലെവലിലുള്ള ഫുഡിൻ്റെ ഒരു കൾച്ചർ, ഒരു സിനാറിയോയിലേക്ക്, അടുത്ത അടുപ്പിലേക്ക് അദ്ദേഹം കൊണ്ടുപോയി. വേറൊരു അടുപ്പിലേക്ക് ഞാനിപ്പോൾ ഷെഫിനെ കൊണ്ടുപോവുകയാണ്. ഷെഫ് അതെങ്ങനെ പാചകം ചെയ്യുന്ന നോക്കാം. അതായത് ഫുഡ് വ്ളോഗിങ്ങിനെ കുറിച്ച് ആദ്യം പറഞ്ഞു. ഫുഡ് ലോഗിങ് എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്, LOGGING, ഫുഡ് ലോഗിങ്. അത് ബേസിക്കലി ഞാൻ മനസ്സിലാക്കുന്നത് അത് നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ ക്വാളിറ്റിക്കൊപ്പം ക്വാണ്ടിറ്റി, എത്ര തവണ, എത്ര വേഗത്തിൽ, അല്ലെങ്കിൽ എത്ര സമയമെടുത്ത് കഴിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളിലൊക്കെയുള്ള വളരെ കണിശമായി പാലിക്കുന്ന ആളുകളുണ്ട്. അതാണ് ആ പ്രക്രിയയാണ് ഈ ലോഗിങ് എന്ന് പറയുന്നത്, ഫുഡ് ലോഗിങ്.
അപ്പം എനിക്കറിയാവുന്ന രണ്ടാൾക്കാർ വളരെ കർശനമായ ഫുഡ് ലോഗിങ് നടത്തുന്ന ആൾക്കാരുണ്ട്. ഒരാളെ നിങ്ങളെല്ലാവരും അറിയും, അത് മമ്മൂട്ടിയാണ്. രണ്ടാമത്തെ ആൾ നിങ്ങളിൽ, ഞാൻ ബേസിക്കലി ഒരു ഫുട്ബോൾ കമ്പക്കാരനും കളിയെഴുത്തുകാരനൊക്കെ ആയതുകൊണ്ട് സഹൽ അബ്ദുൽ സമദ് എന്ന് പറഞ്ഞ് കേരള ബ്ലാസ്റ്റേഴ്സിൽ കളിച്ചിരുന്ന, ഇപ്പോൾ കൽക്കട്ടയിൽ കളിക്കുന്ന കണ്ണൂർക്കാരനായ വിദേശത്ത് ജനിച്ചു വളർന്ന ആളാണ് സഹൽ അബ്ദുൽ സമദ്. അപ്പം ഇവർ രണ്ടുപേരുടെയും ഒരു ചെറിയ ഇത് പറയാം. മമ്മൂട്ടി വളരെ കർശനമായിട്ട് കണിശമായിട്ട് ഭക്ഷണം കഴിക്കുന്ന ആളാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ മമ്മൂട്ടി ലോ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ മമ്മൂട്ടിയെ കലാരംഗത്തൊക്കെ കൈപിടിച്ചു കൊണ്ടുവന്ന ഒരാളുണ്ട്. അത് വൈപ്പിനിലെ ഒച്ചന്തുരത്തിലുള്ള ആന്റണി പാലക്കൻ എന്ന് പറഞ്ഞ ആളാണ്. എൻ്റെ അമ്മ വീട് ഒച്ചന്തുരുത്തം ആയതുകൊണ്ടാണ് എനിക്ക് അതിൻ്റെ അകത്ത് കുറച്ചും കൂടി ഇമോഷണലായിട്ട് എനിക്ക് അതിനോട് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ആന്റണി പാലക്കൻ്റെ വീട്ടിൽ മമ്മൂട്ടി രാത്രി 10:30ക്കും 11 മണിക്ക് ശേഷം കാർ ഓടിച്ച് പോകുമായിരുന്നു. എന്താണെന്ന് വെച്ചാൽ കൊച്ചിക്കാരുടെ ഈ മീൻ തിളപ്പിക്കുക എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ജസ്റ്റ് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ഇട്ട് കുറച്ച് വെള്ളത്തിൽ, അത് കോട്ടയംകാരൊക്കെ ഇത് കാണിച്ചു കഴിഞ്ഞാൽ കോട്ടയംകാർ പുച്ഛിച്ച് കളയും. എൻ്റെ സുഹൃത്ത് കടുത്തുരുത്തിക്കാരനായ നമ്മുടെ പത്രപ്രവർത്തനം കൂടിയായ ലൂക്കോസ് മാത്യു ഒക്കെ ഇവിടെ ഉണ്ട്. ഈ മീൻ തിളപ്പിക്കുന്നതൊക്കെ ലൂക്കോസൊക്കെ ഇപ്പോൾ വളരെ ശീലമായി, നമ്മളൊക്കെ കൊടുത്ത്. അപ്പോൾ ഈ മീൻ തിളപ്പിച്ച് കഴിക്കാൻ മമ്മൂട്ടി രാത്രി പോകും. എന്ത് രാത്രി പോകാൻ കാര്യം എന്ന് വെച്ചാൽ മമ്മൂട്ടി തന്നെ പറഞ്ഞിട്ടുണ്ട്, പഴയ ആന്റണി പാലക്കൻ്റെ വീട്ടിലൊക്കെ പോയി ദിവസങ്ങളോളം താമസിച്ചിട്ടുള്ള ആളാണ് മമ്മൂട്ടി. പക്ഷേ മമ്മൂട്ടി പറയും, ഞാൻ ആ ഫുഡ് കഴിക്കാൻ വേണ്ടി അവിടെ പോകും. അതെന്താണ് രാത്രി പാതിരാത്രി കഴിപ്പിച്ച് പോകുന്നത് വെച്ചാൽ, എൻ്റെ ഓച്ചദൂരത്തെ പഴയ കളിക്കൂട്ടുകാർ ആന്റണി പാലക്കൻ ഉൾപ്പെടെ എല്ലാവരും വയസ്സന്മാരായി. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ അകത്തൊരു കാഴ്ചയിലൊരു പ്രശ്നം ഉണ്ടായിരിക്കാൻ ഞാൻ രാത്രി പോകുന്നത്, അത് പുള്ളിയുടെ ഒരു ന്യായം. പക്ഷെ എങ്കിലും പുള്ളി ഫുഡ് വളരെ ഇതായിട്ട് വളരെ കണിശമായിട്ട് നോക്കുന്ന ആളാണ്. സഹൽ അബ്ദുൽ സമദ് എന്താണെന്ന് വെച്ചാൽ, ഫുട്ബോൾ സീസണിൽ ടീം ഹോട്ടലിൽ അവൻ്റെ മുറിയിൽ അവൻ മിക്സർ ഗ്രൈൻഡറും കുറേ സാധനങ്ങളൊക്കെ വെച്ചിട്ട് തീ കൊണ്ടുള്ള കുക്കിംഗ് ഇല്ലെന്നേ ഉള്ളൂ. അപ്പോൾ സഹലിൻ്റെ മുറി മറ്റു കളിക്കാരൊക്കെ പറഞ്ഞത് സഹലിൻ്റെ അടുക്കള എന്നാണ്. സഹൽ ഹോട്ടലിൽ ടീം സ്റ്റാർ ഹോട്ടലിലാണല്ലോ താമസിക്കുന്നത്, അവിടുന്ന് ഭക്ഷണം കഴിക്കില്ല, വളരെ കണിശമായിട്ട്. ഞാൻ ചോദിക്കുന്നത് വെച്ചാൽ, ഇത്തരം ഒരു ഫുഡ് കൾച്ചറിന് രോഗങ്ങളും കൂടിയൊക്കെ പെരുകി വരുന്നതുകൊണ്ട് മലയാളിക്ക് ആവശ്യമുണ്ടോ? ഫുഡ് വ്ളോഗിങ് മലയാളിക്കുണ്ട്, ബ്ലാ ബ്ലാ അടിക്കലാണ് കൂടുതലും. ഷെഫിനെ പോലുള്ള കുറച്ച് ആൾക്കാരുള്ളതാണ് അതിൻ്റെ അകത്ത് പോസിറ്റീവായിട്ടുള്ള കാര്യം. ഫുഡ് ലോഗിങ് മലയാളിക്ക് എത്രത്തോളം ആവശ്യമുണ്ട്? തീർച്ചയായിട്ടും ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യമായിട്ട് ഞാൻ അതിൻ്റെ ഇതിൻ്റെ ഒരു മേഖലയിൽ നിന്നുകൊണ്ട് തന്നെ ആലോചിച്ച ഒരു കഴിഞ്ഞ സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ പണ്ടത്തെ ഇപ്പോഴത്തെ ഒരു തലമുറയ്ക്ക് നമുക്കറിയാം ഓരോ വീട്ടിലും എന്തൊക്കെ തരം ലൈഫ് സ്റ്റൈൽ ഡിസീസുകൾ ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ ഉള്ള ഈ പല ഡയബറ്റിക് ആയിക്കോട്ടെ, അല്ലെങ്കിൽ പലതരം ഭക്ഷണം കഴിച്ചതോ അല്ലെങ്കിൽ നമ്മുടെ ജീവിത ശൈലി കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളൊക്കെ ഒരു 20 വർഷം കഴിഞ്ഞാൽ അതൊക്കെ മാറി വേറെ പലതരം രോഗമായിരിക്കും. ആ ഒരു പുതിയൊരു ജനറേഷൻ്റെ ഒരു ആവശ്യമില്ല. കാരണം നമ്മൾ ജനിച്ചു വളർന്ന ഒരു 80s 90s ഉള്ള ആൾക്കാർക്ക് ഇതൊന്നും ലഭ്യമല്ലാതിരുന്ന ഒരു കാലമുണ്ട്. ഇപ്പോൾ ഒരു ഇറച്ചി പോലും വല്ലപ്പോഴും ഒരു പൊറോട്ട ഇറച്ചി കഴിക്കുക എന്ന് പറയുന്ന ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഘോഷമായിട്ട് നടന്ന ഒരു തലമുറയാണ്. അപ്പോൾ ഒരു വീട്ടിലിപ്പോൾ ഒരു ഫാദർ ജോലി ചെയ്തിട്ട് ആഴ്ചയിൽ ഒരു ഞായറാഴ്ച ഒരു പൊറോട്ട അല്ലെങ്കിൽ 4 പൊറോട്ടയും ഒരു വാഴയിലേക്കകത്ത് ഒരു ഇറച്ചിക്കറിയൊക്കെ വീട്ടിൽ പാക്ക് ചെയ്തുകൊണ്ട് വന്ന് മക്കളെല്ലാവരുമായിട്ട് ഓരോ കഷണത്തിനും വാല്യൂ ആയിട്ട് കഴിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പോൾ അവർക്കിത് ആ ഒരു സമയത്തെ ആ ഒരു തലമുറയ്ക്ക് ഇത് ലഭ്യമല്ല. നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും കഴിക്കാൻ പറ്റാതിരുന്ന ഒരു സമയത്ത് നിന്ന് നമുക്കെല്ലാം ലഭ്യമായ ഒരു സമയത്ത് എന്തോ വാശി തീർക്കുന്ന പോലാണ് നമ്മൾ കഴിച്ചു തുടങ്ങി. അപ്പോൾ ഈ ഒരു പണ്ട് കാലത്ത് ഇപ്പം നിങ്ങൾ എന്തുകൊണ്ട് ഇത്രമാത്രം ബീഫ് കഴിക്കുന്നു, അല്ലെങ്കിൽ എന്തുമാത്രം ഒരു പ്ലേറ്റ്, അല്ലെങ്കിൽ ഒരു ഫ്രഞ്ചുകാർ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫ്രഞ്ചുകാരാണ് ഇതിനൊക്കെ ഒരു തിയറി കൊണ്ടുവന്നത്. 40 ഗ്രാമാണ് ഒരാൾ കഴിക്കേണ്ട സ്റ്റാർട്ടർ ഒരു മീലിൽ. ഒരു മെയിൻ കോഴ്സ് എന്ന് പറഞ്ഞാൽ 180 ഗ്രാമാണ്. അപ്പോൾ ആ 150 ഗ്രാം എന്ന് പറഞ്ഞൊരു പ്രോട്ടീൻ അതിൻ്റെ കൂടെ കൃത്യമായിട്ട് കഴിക്കുമ്പോൾ ഒരാളുടെ കംപ്ലീറ്റ് മീൽ കഴിയും. അപ്പോൾ ഇവിടെ നമ്മൾ കഴിക്കുന്നത് 250 300 ഗ്രാം അല്ലെങ്കിൽ 1/2 കിലോ ഇറച്ചി വരെ ഒരു നോർമൽ മലയാളിക്ക് ഇപ്പോൾ ഒരു ബീഫ് നല്ലപോലെ വരട്ടി റെഡിയാക്കി അല്ലെങ്കിൽ ബീഫ് കറിയോ പൊറോട്ടയോ കൊടുത്ത് 1/2 കിലോ വേണമെങ്കിൽ ഇവിടെ ഉള്ളവരെല്ലാവരും കഴിക്കും. അപ്പോൾ ഇത് എന്തുകൊണ്ട് കഴിക്കുന്നത് വെച്ചാൽ, പണ്ട് നമുക്ക് കിട്ടാതിരുന്നോ നമ്മുടെ ആ രുചി നമ്മുടെ തലച്ചോറിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, ഒരു വാശി തീർക്കുവാണ്, എനിക്കന്ന് കിട്ടിയില്ല ഇന്നത് കിട്ടുക എന്നുള്ളത്. അപ്പോൾ ആ രീതിയിൽ അമിതമായിട്ടുള്ളൊരു ഭക്ഷണം കഴിച്ചതിൻ്റെ വലിയൊരു പ്രശ്നം നമ്മളെല്ലാം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു തലമുറ. അതായത് ഒരു 80s 90s മുതലുള്ള ആ ഒരു സമയം മുതലുള്ള ആളുകൾക്കെല്ലാം ഈ ഒരു പ്രശ്നം വരികയും ഇപ്പോഴത്തെ നമ്മളിപ്പോൾ പറയുന്നുണ്ടല്ലോ ഒരു ജെൻസി, അവരാരും ഇങ്ങനെ അമിതമായിട്ട് കഴിക്കില്ല. അവർക്ക് വളരെ വെറൈറ്റി ആയിട്ടുള്ള സാധനം വേണം. കാരണം അവർ ജനിച്ച സമയത്ത് അവരുടെ പാരൻസിന്
ബീഫോ ചിക്കനോ താറാവോ മട്ടനോ ഒക്കെ വീട്ടിൽ ഫ്രം ദ ഡേ വൺ മുതൽ വാങ്ങിക്കൊടുക്കാൻ പറ്റിയ കാരണം അവർക്കൊരിക്കലും അങ്ങനെ ഒരു അമിതമായിട്ട് ഇത്ര കിലോ അല്ലെങ്കിൽ ഡെയിലി കഴിക്കുക എന്നുള്ളതല്ല. ഞാനിപ്പോൾ നമ്മുടെ ഒരു റെസ്റ്റോറൻറ്റ്സിലെ ഡാറ്റ വെച്ചിട്ട് ഒരു യങ്സ്റ്റേഴ്സ് ഒരു 14 വയസ്സിന് താഴെയുള്ള പിള്ളേർക്കൊന്നും ഒരുപാട് കഴിക്കണ്ട. അവർക്ക് വളരെ വളരെ വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ, ഇന്ന് കഴിച്ച സാധനം നാളെ കഴിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഈ ആഴ്ച കഴിക്കാൻ പാടില്ല, ഓരോ ആഴ്ചയും അപ്പോൾ ആ രീതിയിൽ അവർക്ക് വേറെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളായിരിക്കും ഇനി വരിക ഒരു 10-15 വർഷം കഴിഞ്ഞ്. അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ അറ്റ്ലീസ്റ്റ് മനസ്സിലാക്കേണ്ടത് ഈ വാശി നിർത്തി അല്ലെങ്കിൽ ആ രുചിയുടെ ഒരു രുചി കൂടിയ ഭക്ഷണം കഴിക്കുമ്പം അളവ് കൂടുതൽ ഓരോ ദിവസവും എല്ലാ ആൾക്കാരും വിചാരിക്കും ഓക്കെ നമ്മൾ ഇച്ചിരി കൺട്രോൾ ചെയ്ത് കഴിക്കാം, എല്ലാ ദിവസവും കൺട്രോൾ ചെയ്യാം. പക്ഷെ നമുക്ക് പറ്റാത്ത നമ്മുടെ ഭക്ഷണത്തിൻ്റെ രുചി അത്രമാത്രം നമ്മുടെ ബ്രെയിനകത്ത് ഫീഡ് ചെയ്തിട്ട് ഇന്ന് കുഴപ്പമില്ല, അല്ല ഒരു പിടി ചോറും കൂടെ കൂടുതൽ കഴിക്കാമെന്നുള്ള രീതിയിൽ കഴിക്കുന്നതിൻ്റെ ഒരു പ്രശ്നങ്ങൾ എല്ലാവരും അഭിമുഖീകരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇതിനകത്തുള്ള എല്ലാവർക്കും അറിയാം എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഓരോരുത്തരുടെയും നേരത്തെ പറഞ്ഞ പോലെ ഭക്ഷണം എന്ന് പറഞ്ഞത് പണ്ട് ആളുകൾ ഇത് ഇത്രയും കഴിച്ചെങ്കിലും അതിൽ കൂടുതൽ അധ്വാനവും അതിനോടൊപ്പം പല കാര്യങ്ങളുണ്ട്. ഇന്ന് നമുക്ക് അത്ര അധ്വാനിക്കാണ്ട് തന്നെ നമ്മൾ കൂടുതൽ കഴിക്കുന്നതിൻ്റെ ഒരു പ്രശ്നമാണ്. അപ്പം മിതമായ ഭക്ഷണം അല്ലെങ്കിൽ കൃത്യമായ അളവിൽ ഓരോരുത്തർ കഴിക്കുന്നത് അവരവരുടെ ഉത്തരവാദിത്വമാണ്. ഈ ഭൂമി ഇങ്ങനെ ഇത്രയും സുന്ദരമായിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ 5 വർഷം കൂടുതൽ ഇത്രയും ടെക്നോളജി അല്ലെങ്കിൽ ഇത്രയും വ്യത്യസ്തമായ കാര്യങ്ങൾ ഇങ്ങനെ അനുഭവിക്കാൻ വേണ്ടിയിട്ട് നമുക്കിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ കൂടുതൽ കാലം ജീവിച്ച് ഒരു വൺ ലൈഫ് ടൈമിൽ ജീവിച്ചിരിക്കുമ്പം ഇതെല്ലാം അനുഭവിക്കാൻ വേണ്ടിയിട്ട് നമ്മളും നമ്മുടെ ശരീരത്തിന് തയ്യാറെടുത്ത് നിർത്തിയാൽ ഇതൊക്കെ എത്ര കാലം വേണമെങ്കിലും ആസ്വദിക്കാൻ പറ്റും. ഈ കുറച്ച് വർഷം മുമ്പ് കൊച്ചിയിൽ ഫുഡ് വേസ്റ്റിനെ കുറിച്ചൊരു പഠനം നടന്നു. ആ ഫുഡ് വേസ്റ്റിനെ കുറിച്ചുള്ള പഠനം ബേസിക്കലി അത് ക്രെഡായി എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, ബിൽഡർമാരുടെ ഒരു ഇതാണ്. അവർ ആണ് അതിന് മുൻകൈ എടുത്തത്. അപ്പോൾ കടവന്ത്രയിലെ ഒരു വെർട്ടിക്കൽ ലിവിങ് ഒരു സമൂഹത്തെ ഈ പഠനത്തിനായിട്ട് ഒരു കേസ് സ്റ്റഡി ആയിട്ട് എടുത്തു. അപ്പോൾ കുടുംബശ്രീക്കാർ ചേച്ചിമാരാണ് ഇതിൽ ഈ ഫുഡ് വേസ്റ്റിൻ്റെ ഒരു അളവും ഒക്കെ എടുക്കാനായിട്ട് നിയോഗിക്കപ്പെട്ടത്. അപ്പോൾ അതിൽ ഒരു കുടുംബശ്രീ ചേച്ചി പറഞ്ഞ ഒരു കാര്യം ഭയങ്കര ഇതായിരുന്നു. അതായത് അവിടുത്തെ ഫ്ലാറ്റിലെ ഫുഡ് വേസ്റ്റ് തരം തിരിച്ച് നോക്കി എന്തെല്ലാമാണ് കൂടുതൽ വേസ്റ്റ് വരുന്നത്. അപ്പോൾ ഈ കടവന്തരയിലെ ഫ്ലാറ്റിൽ കണ്ടതെന്ന് വെച്ചാൽ പിസ്സ, ബർഗർ. അപ്പോൾ ഈ കുടുംബശ്രീ ചേച്ചിമാർ അവർ അല്പം ഒരു ചെറിയ ഒരു മടിയോടെ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്. കുട്ടികൾ പിസ്സ കോണോട് കോൺ മുറിക്കുമല്ലോ, അപ്പോൾ അതിൽ ഒരു കോൺ മാത്രം കടിച്ചിട്ട് വേസ്റ്റിൽ തള്ളിയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള കോണുണ്ടല്ലോ, പിസ്സയുടെ മറ്റ് കഷ്ണങ്ങൾ കടിച്ചിട്ടില്ലാത്ത ആ കഷ്ണങ്ങൾ ഈ കുടുംബശ്രീ ചേച്ചിമാർ പങ്കുവെച്ച് അവരുടെ മക്കൾക്ക് കൊണ്ടുപോയി കൊടുത്തു. ജീവിതത്തിൽ ആദ്യമായി അവരുടെ മക്കൾ പിസ്സ കഴിച്ചു, കാശ് കൊടുത്ത് മേടിക്കാതെ തന്നെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം അതിൻ്റെ ഒരു അവസ്ഥ. കുപ്പയിലൊക്കെ കളഞ്ഞതാണ്. നമ്മൾ കുപ്പയിൽ തെരുവിൽ ആരെങ്കിലുമൊക്കെ വിശന്നിട്ട് തപ്പി വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഫുഡിൻ്റെ ഒരു മിതത്വം എന്നുള്ളതിൽ അതിനെ ഷെഫിൻ്റെ ഭാഗത്ത് അതെങ്ങനെ അതൊന്ന് പ്രചരിപ്പിക്കാൻ പറ്റും, ഈ മിതത്വം എന്ന് പറയുന്ന ഒരു കാര്യം? ഞാൻ പല വേദിയിലും പറയുന്നൊരു കാര്യമാണ് ഈ ആഹാരം പാഴാക്കുന്നതിൻ്റെ ഒരു വിഷമം എന്ന് പറയുന്നത്. ഇതൊരു ഇന്ന് നമ്മൾ കഴിക്കുന്ന ഒരു ചോറിൻ്റെ ഒരു പ്രോസസ്സ് മിനിമം ഒരു 5 വർഷം മുമ്പ് ഒരു കർഷകൻ ആ വിത്ത് ശേഖരിച്ച് വെച്ചിട്ടുണ്ടാവും. അത് അയാൾ ആ ഒരു അടുത്ത വർഷത്തേക്ക് അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത വർഷത്തേക്കുള്ള ഒരു അരി, ഞാനൊരു ചോറിൻ്റെ കാര്യം മാത്രം പറയണം, ആ ഒരു കർഷകൻ അരിയെ വിത്താക്കി സങ്കല്പിച്ച് മാറ്റി പലതരം പ്രോസസ്സുകൾ ഇപ്പോൾ ഒക്കെ ടെക്നോളജിയൊക്കെ മാറിയോണ്ട് പല കൃഷി രീതികളൊക്കെ മാറിയിട്ടുണ്ടാവും. അതായത് ഉഴുത് മറിച്ച് അതിൻ്റെ മറ്റേ ഞാറ്റുവേലയും അങ്ങനെയൊക്കെയുള്ള സീസണൊക്കെ നോക്കി ഇത് കൃഷി ചെയ്ത് അരിയാക്കി അത് നെല്ലായി, പിന്നീട് അത് കൊത്തി പല രീതിയിലും മില്ലിലും പല സമയത്ത് പോയി ഫൈനൽ പ്രൊഡക്റ്റായിട്ട് നമ്മുടെ വീട്ടിലെത്തി ഏതെങ്കിലും ഒരാൾ കുക്ക് ചെയ്ത് 1 മണിക്കൂറോളം പാചകിച്ച് ഊറ്റി വരുന്നൊരു വെന്ത ചോറാണ് നമ്മുടെ മുമ്പിലെത്തുക. അപ്പോൾ അത് പാഴായി പോകുന്നതിൻ്റെ ഒരു നഷ്ടം ഒന്ന് വേറെയാണ്. അതുകൂടാണ്ട് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞത് ഇപ്പോൾ ഞാനൊരു ഹോട്ടൽ മേഖലയിൽ ഒരുപാട് കാറ്ററിംഗ് അല്ലെങ്കിൽ കല്യാണങ്ങൾ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളൊക്കെ പോകുമ്പോൾ ഉണ്ടാകുന്ന ഭക്ഷണത്തിൻ്റെ വേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതിലാണ്. അത് മലയാളികൾ പ്രത്യേകിച്ച് ഇന്ത്യയിൽ മൊത്തത്തിലുള്ളൊരു ഇപ്പോൾ ഒരു വിദേശത്ത് ഒരു 100 പേരുടെ ഒരു കല്യാണത്തിന് 100 ഗസ്റ്റിനെ വിളിച്ചാൽ ആ 100 പേര് പോയാൽ ആ 100 പേർക്കുള്ള കൃത്യമായ ഭക്ഷണമാണ് വരിക. ഇവിടെ ഒരു 1000 പേരുടെ ഒരു കല്യാണത്തിന് വിളിക്കുമ്പോൾ ഇവിടുത്തെ ഒരു പാചകക്കാർ 1500 പേരുടെ ഭക്ഷണം ഉണ്ടായിക്കൊണ്ടുവരിക. കാരണം ഇവിടെ ഭക്ഷണം കുറയാൻ പാടില്ല, കുറഞ്ഞാൽ അത് വലിയ അയാളുടെ റെപ്യൂട്ടേഷനെ ബാധിക്കും. അപ്പം അത് ബാധിക്കുന്ന കാരണം അയാൾ പോലും ഒരു 500 പേരുടെ ഭക്ഷണം എക്സ്ട്രാ ഉണ്ടാക്കിക്കൊണ്ട് വരികയും ഈ 1500 പേരുടെ ഭക്ഷണം ഓരോ ഇവൻറ്റിനും തീരുകയാണ്. അത് ബിക്കോസ് നമ്മളുടെ ഒരു ബിഹേവിയർ പാറ്റേൺ വെച്ചിട്ടാണ്. കാരണം നമ്മളത് എടുക്കുന്ന ഒരു കണക്ക്, അല്ലെങ്കിൽ നമ്മൾ വന്ന് ആദ്യം തന്നെ ഒരു ക്യൂ നിന്ന് അവിടെ ഒരു സാലഡ് ഉണ്ട്, സൂപ്പുണ്ട്, അല്ലെങ്കിൽ അത് കഴിഞ്ഞാൽ കുറേ സ്റ്റാർട്ടേഴ്സ് ഉണ്ട്, അത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് അവിടെ നല്ല ചിക്കൻ ബിരിയാണിയും കോഴി പൊരിച്ചതും മറ്റത്. അപ്പോൾ ഈ തിരക്ക് കാരണം ഈ സ്റ്റാർട്ടേഴ്സോ
സൂപ്പോ സലാഡോ ഒന്നും നമ്മുടെ ശീലമല്ല. ആദ്യം പോയി ഈ മെയിൻ കോഴ്സ് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ബിരിയാണി എടുക്കും. പിന്നീട് നോക്കുമ്പോൾ ഇത്രയും ക്യൂവിൽ ഒന്നുകൂടെ വന്ന് എനിക്ക് എടുക്കാനുള്ള സമയമില്ലല്ലോ, അതുകൊണ്ട് ഇച്ചിരി കൂടെ കൂടുതൽ എടുക്കാം. അപ്പോൾ ഒരാൾക്ക് കഴിക്കുന്നതിലും കൂടുതൽ ഒരു പ്ലേറ്റിൽ ബിരിയാണി കൊണ്ടുപോവുക, അല്ലെങ്കിൽ ആ ബീഫോ അല്ലെങ്കിൽ ചിക്കനോ എടുക്കുക. ഒരുപക്ഷെ അവർക്ക് പകുതി പോലും കഴിക്കാൻ പറ്റില്ല, അതുകൊണ്ട് തട്ടിക്കളയാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് ഈ ഒരു കാറ്ററിംഗുകാരൻ എന്താ ചെയ്യാൻ പറ്റുക? ഓരോ തവണയും 500 പേരുടെ ഓരോ ഭക്ഷണവും ഇങ്ങനെ പാഴായി പോകണം. അപ്പം നമ്മൾക്ക് മിതമായ രീതിയിൽ അത് ഓരോ വ്യക്തികളുടെ ഒരു ഉത്തരവാദിത്വമായിട്ട് നമ്മൾ എടുക്കുന്ന ഭക്ഷണം അറ്റ്ലീസ്റ്റ് നമുക്ക് ആകെ കൺട്രോൾ ചെയ്യാൻ പറ്റുക ഓരോരുത്തരുടെ അളവുകൾ. അപ്പോൾ നമ്മൾ തീരുമാനിക്കുകയാണ് നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ ഇച്ചിരി ക്യൂ നിന്നാലും പോയി രണ്ടാമത് എടുക്കാം. നമ്മുടെ പ്ലേറ്റിൽ നിന്ന് നമ്മളത് വേസ്റ്റ് ആക്കാണ്ടിരിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം ചെയ്തു കഴിഞ്ഞാൽ ഒരു ഇവൻച്വലി ഈ ഒരു ഭക്ഷണത്തിൻ്റെ ഈ പറഞ്ഞ അദ്ദേഹം പറഞ്ഞ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു സങ്കടമല്ലേ? ഒരു പിസ്സ അല്ലെങ്കിൽ ആരോ കഴിച്ച ഒരു അതിൻ്റെ ഒരു പാഴായി പോയത് വേറൊരാളെ കഴിക്കുക എന്ന് പറയാം. അപ്പോൾ അത് പാഴായി പോയാതിരുന്നാൽ എന്തുമാത്രം പ്രയോജനമാണെന്നുള്ളതാണ്. അപ്പം നമ്മൾ ഈ ഒരു മേഖലയിൽ നിൽക്കുമ്പം ഡെയിലി ഇത് കാണുന്നതാണ്. ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ പലവട്ടം ഞാൻ എല്ലായിടത്തും പറയുന്നത്, ആഹാരം കുട്ടികൾ ഉൾപ്പെടെ സ്കൂളിൽ ഇപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ ഉള്ള കുട്ടികൾ, നേരത്തെ പറഞ്ഞ ആ ഒരു ജനറേഷൻ നെക്സ്റ്റിൽ അവർക്ക് ആർക്കും ഇതിൻ്റെ ഒരു വാല്യൂ അറിയാണ്ട് മൊബൈലിൽ നോക്കിയിരുന്ന് ഭക്ഷണം കഴിച്ച് പകുതി വേസ്റ്റാക്കി കളയുന്ന ആൾക്കാരെ നമുക്കൊക്കെ കാണാൻ പറ്റുകയാണ്. അപ്പോൾ അതൊരു ആഹാരം പാഴാക്കുന്നത് ഒരു വലിയൊരു ക്രൈം പോലാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഈ പുതിയ തലമുറയുടെ ഒരു കാര്യം കൂടി ഷെഫ് ഒന്ന് പറഞ്ഞു. ഈ പ്രോട്ടീൻ പാക്ഡ് ഫുഡ് അല്ലെങ്കിൽ പ്രോട്ടീൻ ഡയറ്റ് അതിനെക്കുറിച്ച് ഷെഫിന്റെ ഒരു അഭിപ്രായം എന്താണ്? അതിപ്പോൾ ഒരു ഒരു സയൻറ്റിഫിക്കലി നമ്മൾ പ്രൂവ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അത് പല ആൾക്കാരും പ്രോട്ടീൻ ഇപ്പോൾ ഈ ഒരു ഹെൽത്ത് വേർഷൻ നോക്കി കഴിഞ്ഞിട്ടുള്ളൊരു ഭക്ഷണ രീതികൾ പലതരത്തിൽ ഓരോരുത്തരുടെ അത് എനിക്ക് അതിൻ്റെ കൃത്യമായിട്ടൊരു ഒരു ഒരു ഫ്രഷ് ഇൻഗ്രീഡിയൻസ് വെച്ച് കുക്ക് ചെയ്ത ഒരു ഷെഫ് എന്ന നിലയിൽ ഞാൻ ഒരിക്കലും ഒരു പ്രോത്സാഹനിക്കാത്തൊരു കാര്യമാണ്. പക്ഷേ ചിലർക്ക് ഇത് ആവശ്യം ഉണ്ടായേക്കാം. ഞാനിപ്പോൾ കേട്ട ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ളത്, ഇനി അടുത്ത ഒരു കുറേ വർഷം കഴിയുമ്പോൾ നിങ്ങൾ ഈ നേരത്തെ പറഞ്ഞ പോലെ ജീവിത നിലവാരമൊക്കെ ഉയർന്ന് നമ്മുടെ ലൈഫ് കൂടുതൽ നിൽക്കുന്ന സമയത്ത് ആഹാരമൊക്കെ മാറിയിട്ട് നമുക്ക് ക്യാപ്സൂളായിട്ട് കിട്ടുകയാണ്. നിങ്ങൾക്കൊരു കംപ്ലീറ്റ് ഒരു ഓണസദ്യ അല്ലെങ്കിൽ ഒരു മീലിൻ്റെ ഒരു മീൻകറിയും ചോറിൻ്റെ ഒരു ക്യാപ്സൂളായിട്ട് കിട്ടും. വായിലിട്ട് അലിയിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കംപ്ലീറ്റ് ഗുണങ്ങൾ മാത്രം. അപ്പം നിങ്ങൾക്ക് അങ്ങനെ ജീവിക്കണോ, അതോ വിരലിട്ട് നല്ലപോലെ ഞെവിടി ഉടച്ച് കഴിച്ച് അല്ലെങ്കിൽ രസവും മോരും ഒക്കെ കൂട്ടി കഴിക്കണോ, അല്ലെങ്കിൽ ഒരു 120 വർഷമോ 150 വർഷമോ നിങ്ങൾ ജീവിച്ചിരിക്കും, പക്ഷേ നിങ്ങൾക്ക് ഈ ചോറൊന്നും കഴിക്കാൻ പറ്റില്ല. ഈ ഒരു നമുക്ക് ഇഷ്ടപ്പെട്ട പൊറോട്ടയും ബീഫിൻ്റെ ഒരു ഗുളിക ആ ഗുളിക കഴിച്ചാൽ കറക്റ്റ് പൊറോട്ടയുടെയും ബീഫിൻ്റെയും രുചി അല്ലെങ്കിൽ ആ ഭേദം നമ്മുടെ തലച്ചോറിലെത്തുന്നത് മാത്രമാണ്. അപ്പോൾ ആ രീതിയിൽ പക്ഷേ ഞാനതിന് എഗെയിൻസ്റ്റാണ്. നമുക്ക് നല്ല രീതിയിൽ ആഹാരം പാകം ചെയ്ത് വിറകടുപ്പിലോ അല്ലെങ്കിൽ ഏതടുപ്പിലോ സ്ലോ കുക്ക് ചെയ്ത് ഉണ്ടാക്കേണ്ടതാണെങ്കിലോ ഇതൊക്കെ ഉണ്ടാക്കി കുടുംബമായിട്ട് ഒത്തൊരുമിച്ച് അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആയിട്ട് ഇരുന്ന് കഴിക്കുന്ന ഒരു ഭക്ഷണ രീതിയാണ് ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നത്. പക്ഷേ സംടൈംസ് ആളുകൾ പറയുന്ന പോലെ ഈ പറഞ്ഞ രീതിയിൽ പ്രോട്ടീൻ അല്ലെങ്കിൽ അതിൻ്റെ ഡെഫിഷ്യൻസി ഉള്ളവർക്കോ അല്ലെങ്കിൽ മറ്റ് പല കാര്യങ്ങൾക്കോ ചിലപ്പോൾ സപ്ലിമെൻ്ററി വേണ്ടവർക്കോ ഒക്കെ ഇത് ഒക്കെ വേണ്ടി വരും. അത് പക്ഷേ നമ്മളത് ഡേ 1 മുതൽ നമ്മുടെ ശരീരത്തിന് നമ്മൾ വേണ്ട രീതിയിലുള്ള ഭക്ഷണങ്ങൾ കൊടുത്താൽ ഏറ്റവും ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഈ സദസ്സുമായിട്ടുള്ള ചോദ്യോത്തര വേളയിലോട്ട് കടക്കുന്നതിന് മുമ്പ് അവസാനമായിട്ട് ഞാൻ ഒരു കാര്യം, ഫുഡിന്റെ എവല്യൂഷൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുള്ള ആളാണ് ഷെഫ്. കാലത്ത് കുക്കിംഗ് എങ്ങനെ മാറും? ഒരു ഷെഫ് റോബോട്ട് അത് ഒരുപാട് ഓൾറെഡി വന്നു കഴിഞ്ഞു. ഇപ്പോൾ ചൈനയിലൊക്കെ ഓൾറെഡി റോബോട്ട് കുക്ക് ചെയ്യുന്ന ഭക്ഷണം വന്നു. പല രാജ്യങ്ങളിൽ കംപ്ലീറ്റ് രീതിയിൽ നിങ്ങളുടെ ഒരു ഈ ഒരു മേഖലയിലേക്ക് പല രീതിയിൽ അതിൻ്റെ നല്ല നല്ല മാറ്റങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എൻഡ് ഓഫ് ദി ഡേ എനിക്ക് തോന്നുന്നില്ല ഈ ഒരു ഹ്യൂമൻ ടച്ചുള്ള, ബാക്കിയെല്ലാം കൊണ്ടുപോയാലും ഈ പാചകമൊക്കെ ചെയ്തിട്ട് അതിൻ്റെ ഒരു ഫ്ലേവർ നിങ്ങളൊക്കെ ഒരു റെസിപ്പി നമ്മൾ ഫീഡ് ചെയ്തൊരു മെഷീനകത്ത് കൊടുത്തിട്ട് നമ്മുടെ ഒരു സാമ്പാർ വെളിച്ചെണ്ണ ഇത്ര നേരം ചൂടാകുമ്പം ആ ഉലുവയൊന്ന് പൊട്ടണം, ആ ചുമന്ന നിറമാകുമ്പോൾ തന്നെ ഒന്ന് ഇളക്കണം. ഇതൊക്കെ ഒരിക്കലും ആ ഒരു മെഷർമെൻറ്റോ അല്ലെങ്കിൽ അതൊന്നും ഒരിക്കലും കൃത്യമായിട്ടൊരു മെഷീന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ചിലത് കണ്ട് കേട്ട് ആ ഒരു ചൂട് പോകുന്നത് തീ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൽ ഞാൻ ഇത്തിരി ഒരു സേഫ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ പാചകമൊക്കെ എത്ര മെഷീൻ വന്നാലും ആളുകൾക്കൊരു മനുഷ്യൻ്റെ ആ ഒരു കൈ ടച്ച് ഉണ്ടാൽ മാത്രമാണ് ഒരു സാറ്റിസ്ഫാക്ഷൻ, തൃപ്തി എന്ന് പറഞ്ഞൊരു കാര്യത്തിലേക്ക് എത്തുള്ളൂ. അല്ലെങ്കിൽ ഇനിയും ചിലപ്പോൾ സയൻസ് നമ്മളെ തോൽപ്പിച്ചേക്കാം. എന്നാലും ബാക്കിയുള്ള പല കാര്യങ്ങളിലും ഈ ഒരു ടെക്നോളജി വരികയും ഈ ഫുഡ് വേസ്റ്റേജ് എന്നുള്ളൊരു രീതിയിലേക്കുള്ള കംപ്ലീറ്റ് കാര്യങ്ങളൊക്കെ മാറുന്നതിൻ്റെ നല്ല കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഒരു ഡാറ്റ എടുത്തിട്ട് ഒരു റെസ്റ്റോറൻറ്റിലെ സ്ഥിരമായിട്ട് ഒരാഴ്ചത്തെ ബുക്കിങ്ങിൻ്റെ പ്രോസസ്സ് മൊത്തം ചെയ്തിട്ട് പറയും, ഈ ആഴ്ച നിങ്ങളുടെ ഫുഡ് ഇത്രയും വേസ്റ്റ് ആവുന്നുണ്ട്, അപ്പോൾ ഇത്രയും മാത്രം ഉണ്ടാക്കി, നിങ്ങളുടെ ബുക്കിംഗ് ഇങ്ങനെയാണ്, ഇതാണ് ഇവിടുത്തെ ട്രെൻഡ്. ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്യുന്ന രീതിയും ഔട്ട്സൈഡും നിങ്ങളുടെ റിസർവേഷനൊക്കെ വെച്ചിട്ട് ഒരു 500 കസ്റ്റമർ വന്നാൽ നിങ്ങൾ ഇത്രമാത്രം മീൻ
മീൻ ഓർഡർ ചെയ്താൽ മതി എന്നുള്ള രീതിയിലുള്ള ഒരു ഡാറ്റ നമുക്ക് കിട്ടുവാണ്. അപ്പോൾ അതൊക്കെ വെച്ച് ഒരുപാട് ഗുണങ്ങളുണ്ട്. പക്ഷേ ഈ എൻഡ് ഓഫ് ദി ഡേ ഈ പാചകം എയിലോട്ട് വരുമ്പോൾ ഇപ്പോൾ IT-കാരുടെ പണി പോയാലും ഷെഫുമാരുടെ പണി പോകില്ല എന്നുള്ള ഒരു നോട്ടിലാണ് ഷെഫ് അവസാനിപ്പിക്കുന്നത്. ഇനി നമുക്ക് ചോദ്യങ്ങൾ പെട്ടെന്ന്. നമസ്കാരം. നമസ്കാരം. ഞാൻ ഡോക്ടർ മണികണ്ഠൻ, ട്രിവാൻഡ്രത്ത് നിന്നാണ് വരുന്നത്, ഡെന്റിസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ഒരുപാട് ഈ ചില സമയത്ത് ചേരില്ല എന്ന് തോന്നും. ഇപ്പോൾ സാറ് തന്നെ പറഞ്ഞു പൈനാപ്പിൾ ഇട്ടുള്ള മീൻകറി അതെ, അതെ, പറഞ്ഞു. അതെ. തമാശയ്ക്ക് പറയാം നമ്മൾ അലുവയും മത്തിക്കറി എന്ന് പറയും, അല്ലെങ്കിൽ അപ്പോൾ പഴംപൊരിയും ബീഫും അപ്പോൾ ചേരില്ല എന്ന് ചിലപ്പം തോന്നിയിരുന്ന ഒരു ഫുഡായിരിക്കും. പക്ഷെ കഴിച്ചു നോക്കുമ്പോൾ നല്ലൊരു ഒരു വെറൈറ്റി ഉണ്ട്, അല്ലെങ്കിൽ നല്ലൊരു രസമുണ്ട്. അപ്പം അങ്ങനെ ഷെഫ് പിള്ള സാറ് പരീക്ഷിച്ച ഏറ്റവും ചേരില്ല എന്ന് തോന്നിയിട്ട് വിജയിച്ച ഒരു ക്രേസിയസ്റ്റ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ഏതായിരുന്നിട്ടുണ്ട് എന്നറിയാനൊരു താല്പര്യം. നമ്മളെപ്പോഴും കേൾക്കാറുള്ളതാണ് പഴയ കാലത്ത് ഈ ഒരു അത് പലതും മിത്തായെന്ന് പറയാം. ഇപ്പം നമുക്കറിയാം മത്സ്യവും തൈരും കൂടി ചേർന്ന് കഴിക്കാൻ പാടില്ല എന്നൊക്കെ നമ്മുടെ ചെറുപ്പത്തിൽ പറയും. പക്ഷെ അത് വെസ്റ്റ് ബംഗാളിൽ പോയി കഴിഞ്ഞാൽ അവരുടെ ഒരു കോമൺ ആണ്. ഇപ്പോൾ ഒരു കാബൂളിൽ പോയി കഴിഞ്ഞാൽ ഒരു ഫിഷ് ടിക്ക, ഒരു കബാബ് ഉണ്ടാക്കുന്ന തൈരിനകത്ത് മീൻ മുക്കിയിട്ടിട്ടാണ് കുക്ക്. അപ്പോൾ അത് കാലാവസ്ഥ പ്രകാരമായിരിക്കും. അപ്പോൾ കേരളത്തിലെ ഒരു സമയത്ത് ഇപ്പോഴും ആളുകൾ ചിലരൊക്കെ പറയും മീനും മോരും കൂടെ കഴിക്കരുത്, നിങ്ങൾക്ക് മറ്റുള്ള പല അസുഖങ്ങൾ വരും എന്നുള്ളത്. അപ്പോൾ അതനുസരിച്ചിട്ട് പല രീതിയിലുള്ള വെറൈറ്റി ആയിട്ടുള്ള ഫുഡുകൾ ഇങ്ങനെ ഇപ്പോൾ പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ഫുഡ് ബ്ലോഗിങ് കാലഘട്ടത്തിൽ ആളുകൾ കൊണ്ടുവന്ന് വളരെ വേഡായിട്ടുള്ള കാര്യങ്ങളാണെന്ന് ചിന്തിച്ചാൽ പോലും അത് കഴിച്ചിട്ട് പലർക്കും ഇഷ്ടമാണ്. ചിലർക്ക് അതിന് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത പല കോമ്പിനേഷൻ വരികയാണ്. അപ്പം ഞാനിപ്പോൾ ഒരു ബിലീവ് ചെയ്യുന്ന അധികം ഫ്യൂഷനിൽ പോകാതെ നല്ല റെസിപ്പികൾ കൃത്യമായിട്ട് അതുപോലെ തന്നെ സൂക്ഷിച്ചാൽ കൂടുതൽ ആളുകൾക്ക് എപ്പോഴും അതായിരിക്കും ഇഷ്ടം. പിന്നെ എന്നാൽ പോലും നമ്മൾ പല ഫ്യൂഷൻസും ട്രൈ ചെയ്യാറുണ്ട് പല രീതിയിൽ. ഇപ്പോൾ ഒരു വെസ്റ്റേൺ ഒരു മെത്തേഡ് എടുത്ത് ഒരു കേരള ഭക്ഷണമായിട്ട് യോജിപ്പിച്ച് ഇപ്പോൾ ഏറ്റവും കൂടുതൽ എന്നെ അപ്രിഷ്യേറ്റ് ചെയ്തിട്ടുള്ള ഇപ്പോൾ ഇഞ്ചിപ്പുളി ചിക്കൻ വിങ്സ് എന്ന് പറയുന്നൊരു ഡിഷ് ഉണ്ട്. അത് ശരിക്കും ബാർബിക്യൂ ചിക്കൻ്റെ ഒരു ബാർബിക്യൂ ചിക്കൻ എന്ന് പറഞ്ഞിട്ട് മോഡേൺ ഡേയിലെ എല്ലാവരുടെയും ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഡിഷാണ്. അപ്പോൾ അത് പുളിയിഞ്ചിക്ക് അതേ കളറാണ്, അതേ എരിവാണ്, അതേ ഒരു പുളിയാണ്, ശർക്കരയും ഇത് ഇഞ്ചിയൊക്കെ ഉള്ള. അപ്പോൾ ആ സോസിനകത്ത് അതിട്ട് ഒരു പുളിയിഞ്ചി ചിക്കൻ ഒരു വെസ്റ്റേൺ സ്റ്റൈൽ ഫ്യൂഷനായിട്ട് ചെയ്തപ്പോൾ അത് ഒരുപാട് ആളുകൾ ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലെ പാനിപൂരി ഭയങ്കര ആളുകൾക്ക് ഇഷ്ടമാണ്. ഉരുളക്കിഴങ്ങും ചാട്ട് മസാല ഇട്ടിട്ട് മിൻറ്റിൻ്റെ എല്ലാം കൂടെ ഉള്ളൊരു ഒരു വെള്ളം ഒഴിച്ച് എല്ലാവരും കുടിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് നമ്മുടെ നോക്കുമ്പം നാട്ടിലെ പച്ചമോരും മാങ്ങ അച്ചാറും അതേപോലെ പൂരിക്കകത്തിട്ടപ്പോൾ ഒരു സംഭാരം പാനിപൂരി കടുമാങ്ങ എന്ന് പറഞ്ഞൊരു ഫ്യൂഷൻ ചെയ്തു. അത് ഒരുപാട് ആളുകൾക്ക് ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ആണ് ചെയ്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നത് അടുത്ത നമ്മുടെ സാറിൻ്റെ സെഷനാണെന്ന് തോന്നുന്നു.